Exercise 1.1 7th question. Show that the relation R in the set A of all the books in a library of a college. അതാണ് നമുക്കിവിടെ given സെറ്റ് തന്നിട്ടുണ്ട്. എന്താണ്? All the books in a library of a college. All the books in a library of a college. ഇനി ഇത് കണക്ട് ചെയ്തിട്ട് ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. എക്സ് വൈ ആണ് ഓർഡേർഡ് പെയർ. എന്താണ് എക്സും വൈ തമ്മിലുള്ള കണ്ടീഷൻ എന്താ? എക്സ് ആൻഡ് വൈ ഹാവ് സെയിം നമ്പർ ഓഫ് പേജസ്. എക്സിനും വൈനും എന്താണ്? സെയിം നമ്പർ ഓഫ് പേജസ് ആണ്. അപ്പോൾ എക്സ് എന്നുള്ളത് ഒരു ബുക്കാണ്, വൈ എന്നുള്ളൊരു ബുക്കാണ്. രണ്ടും സെയിം നമ്പർ ഓഫ് പേജസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ റിലേഷൻ സാറ്റിസ്ഫൈഡ് ചെയ്ത് അതിന് നമുക്ക് എന്ത് ചെയ്യാം? ആ രണ്ട് ബുക്കിനെ ഒരു ഓർഡേർഡ് പെയർ ആക്കിയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇത് ഒരു ഈക്വലൻസ് റിലേഷൻ ആണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. ഓക്കെ, എന്താണ് ഈക്വലൻസ് റിലേഷൻ? അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് കണ്ടീഷൻ. ഫസ്റ്റ് നമുക്ക് ഇത് റിഫ്ലെക്സീവ് ആണോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ? റിഫ്ലെക്സീവ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. എന്താണ് റിഫ്ലെക്സീവിന്റെ കണ്ടീഷൻ? എന്താ? എ റിലേഷൻ ഈസ് സെഡ് ടു ബി റിഫ്ലെക്സീവ്. എ ബിലോങ്സ് ടു ആർ ആയിരിക്കും. ഇവിടെ റിലേഷൻ എന്താ? ഫ്രം സെറ്റ് എ ടു സെറ്റ് എ അല്ലേ? സെറ്റ് എ ടു സെറ്റ് എ ആണ് റിലേഷൻ വരുന്നത്. എന്താണ് സെറ്റ് എ? ഓൾ ദി ബുക്സ് ഇൻ എ ലൈബ്രറി. അപ്പൊ ഞാൻ ഫസ്റ്റ് സെറ്റിൽ നിന്ന് ഒരു ബുക്ക് എടുത്തു അല്ലേ? ഒരു ബുക്ക് എടുത്തു. ആ ബുക്കിന് എന്താണ്? ഒരു 12 പേജസിന്റെ ഒരു ബുക്കാണ്. അതേ ബുക്ക് എവിടെ ഉണ്ടാവും? ഇവിടെ ഉണ്ടാവില്ലേ ആ 12 പേജസിന്റെ ബുക്ക്. ഓക്കെ, ഇനി ഞാനൊരു 10 പേജിന്റെ ഒരു ബുക്ക് എടുത്തു. 10 പേജിന്റെ ഒരു 100 പേജിന്റെ ഒരു ബുക്ക് എടുത്തു. ഇവിടെയും കറസ്പോണ്ടിങ് രണ്ടാമത്തെ സെറ്റിൽ എന്തുണ്ടാവും? 100 പേജസിന്റെ ഒരു ബുക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? ഏതൊരു ബുക്ക് ആ ലൈബ്രറിയിൽ നിന്ന്, ആ കോളേജിലെ ലൈബ്രറിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും അത് അതിനോട് തന്നെ റിലേറ്റഡ് ആണ് അല്ലേ? അപ്പോൾ സെയിം നമ്പർ ഓഫ് പേജസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാം? ഒരു ഓർഡേർഡ് പെയർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാ? ഗിവൺ റിലേഷൻ എന്താണ്? റിഫ്ലെക്സീവ് ആണ് എന്നുള്ളത് പറഞ്ഞൂടെ? ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്കതൊന്ന് എഴുതി നോക്കാം അല്ലെ? അപ്പോൾ റിഫ്ലെക്സീവ് ആവാനുള്ള കണ്ടീഷൻ ഇതാണ്. ഹിയർ നമ്മൾ എക്സ് ബിലോങ്സ് ടു ആർ ആണ് നമ്മളെ റിലേഷനിലുണ്ട്. എക്സ് എന്നുള്ളത് എന്താണ്? എ ബുക്ക് ഫ്രം എ ലൈബ്രറി എന്നുള്ള ഒരു ബുക്കാണ്. രണ്ടാമത്തെ എക്സ് എന്താണ്? സെയിം ബുക്ക്, സെയിം പേജ് നമ്പർ ഉള്ള, സെയിം നമ്പർ ഓഫ് പേജസ് ഉള്ള ബുക്ക്. അത് രണ്ടും എന്താണ്? രണ്ടും സെയിം തന്നെയാണ്. അപ്പൊ അത് എന്തുണ്ട്? സെയിം നമ്പർ ഓഫ് പേജസ് ആയതുകൊണ്ട് തന്നെ അത് റിലേഷനിലുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാ? ഒരു സെന്റൻസ് എഴുതാം. ബുക്ക്, ഫസ്റ്റ് എടുത്ത ബുക്ക് അതാണ് എക്സ്, ആൻഡ് സെക്കൻഡ് എടുത്ത ബുക്കാണ് എക്സ്, ഹാവ് ദി സെയിം നമ്പർ ഓഫ് പേജസ്. സെയിം നമ്പർ ഓഫ് പേജസ്. സെയിം നമ്പർ ഓഫ് പേജസ് വിച്ച് ഈസ് ഓൾവേസ് ട്രൂ അല്ലേ? ഇതിൽ എന്ത് തെറ്റൊന്നും ഇല്ലല്ലോ. ഓക്കെ, വിച്ച് ഈസ് ഓൾവേസ് ട്രൂ. ഓക്കെ, therefore റിലേഷൻ ആർ ഈസ് റിഫ്ലെക്സീവ് എന്ന് പറയാം. റിലേഷൻ ആർ എന്താണ്? റിഫ്ലെക്സീവ് ആണെന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി രണ്ടാമത്തത് ഏതാണ്? രണ്ടാമത്തെ ടൈപ്പ് ഓഫ് റിലേഷൻ ഏതാണ്? സിമ്മട്രിക് ആണ് അല്ലേ? ഓക്കെ, നമ്മൾ ഈ ഗിവൺ ലൈബ്രറിയിലുള്ള ബുക്ക് ഇത് സിമ്മട്രിക് ആണോ എന്നുള്ളത് പ്രൂവ് ചെയ്യാം. ഇതൊരു ചെറിയൊരു കോൺസെപ്റ്റിൽ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്കാൻ അത് കിട്ടും. എന്താണ്? റിഫ്ലെക്സീവ് ആണ്, സിമ്മട്രിക് ആണ് എന്നുള്ളതൊക്കെ മനസ്സിലാവും. എങ്കിലും നമുക്കത് കൃത്യമായിട്ട് വ്യക്തമായിട്ട് അത് എഴുതി കഴിഞ്ഞാൽ അത് ആൻസർ അതിൻ്റെ ഒരു കംപ്ലീറ്റഡ് ഫോമിലാവുള്ളൂ. ഓക്കെ, സിമ്മട്രിക് ആണോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ സെറ്റ് ചെയ്യുന്നൊരു ബുക്ക് എടുത്തു. അതിൽ നമ്പർ ഓഫ് പേജസ് സെറ്റ് ബിന്ന് വേറൊരു ബുക്ക് എടുത്തു. അത് രണ്ട് ബുക്കാണെങ്കിലും നമ്പർ ഓഫ് പേജിന്റെ എണ്ണം എന്താണ്? സെയിം ആണ്. ഓക്കെ, ആദ്യം ഒരു 60 പേജുള്ള ഒരു ബുക്ക് എടുത്തു, വേറെ ബുക്ക് എടുത്തപ്പോൾ അതിലും 60 പേജാണ്. അപ്പോൾ സിമ്മട്രിക്കിന്റെ കണ്ടീഷൻ എന്താ? അതാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. സിമ്മട്രിക്കിന്റെ കണ്ടീഷൻ എന്താ? എ കോമ ബി എന്നുള്ള ഒരു ഓർഡേർഡ് പെയർ റിലേഷനിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ, എക്സിലല്ല, റിലേഷൻ ആറിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇംപ്ലൈസ് ദെൻ ആര് അവിടെ നിർബന്ധമാണ്? ബി കോമ എ റിലേഷനിൽ നിർബന്ധമാണ്. അപ്പൊ ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇത് സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഗിവൺ റിലേഷൻ ഈസ് സിമ്മട്രിക് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കേസിൽ ഞാൻ എന്തെടുത്തു? ആദ്യം ഒരു ബുക്ക് എടുത്തു. അത് ആ ബുക്ക് ആണ് എക്സ്. ഓക്കെ, എക്സ് എന്നുള്ളൊരു ബുക്ക് എടുത്തു, വൈ എന്നുള്ളൊരു ബുക്ക് എടുത്തു. എക്സ് എന്നുള്ള ബുക്ക് ആദ്യത്തെ സെറ്റിൽ നിന്ന്, വൈ എന്നുള്ള ബുക്ക് രണ്ടാമത്തെ സെറ്റിൽ നിന്ന് എടുത്തു. അത് രണ്ടും ഈക്വൽ നമ്പർ ഓഫ് പേജസ് ആണ്. രണ്ടിനും എന്താണ്? നമ്പർ ഓഫ് പേജസ് സെയിം ആണ്, പേജിന്റെ എണ്ണം സെയിം ആണ്. അതാണ് നമ്മൾ റിലേഷനിൽ അത് വരാനുള്ള കാരണം. അതെന്താണ്? വിച്ച് ബിലോങ്സ് ടു ആർ ആണ്. അങ്ങനെയെങ്കിൽ
ഇനിയിപ്പോൾ ഇത് തിരിച്ചിട്ടാലും എന്ത് തന്നെയാണ്, y, x എന്നുള്ളൊരു ഓർഡേഡ് പെയർ ഇട്ടാലും നമ്പർ ഓഫ് പേജസ് ആരെങ്കിലും മാറുമോ? ബുക്കിന്റെ എണ്ണം അവിടെ എവിടെയെങ്കിലും കുറയോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം, y, x അതും എന്ത് തന്നെയാണ്, നമ്പർ ഓഫ് പേജിന്റെ എണ്ണം സെയിം ആയതുകൊണ്ട് തന്നെ അതും നമ്മളെ റിലേഷനിൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഗിവൺ റിലേഷൻ എന്താണ്, സിമ്മട്രിക് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, ഇഫ് x and y have the same number of pages, then we can say that given relation is symmetric. Relation R is symmetric. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത റിലേഷൻ ഏതാണ്, ലാസ്റ്റ് വൺ, ഫൈനൽ റിലേഷൻ ഏതാണ്, ട്രാൻസിറ്റീവ് ആണ് എന്നുള്ളതും കൂടി പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഉറപ്പിക്കാം, ഗിവൺ റിലേഷൻ ഈക്വലൻസ് റിലേഷൻ ആണ് എന്നുള്ളത് നമുക്ക് എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രാൻസിറ്റീവ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ട്രാൻസിറ്റീവ് റിലേഷൻ ആണോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്താണ് ട്രാൻസിറ്റീവ് റിലേഷൻ ആവുക എന്നുള്ളതിന്റെ കണ്ടീഷൻ എന്താണ്, എ, ബി എന്നുള്ള ഒരാള് റിലേഷനിലുണ്ട്. ഓക്കെ, ഇനി ബിയിൽ സ്റ്റാർട്ട് ചെയ്യണ ബി, സി എവിടെ ഉണ്ട്, ആൾ റിലേഷനിലുണ്ട് എങ്കിൽ നിർബന്ധമായിട്ട് അവിടെ ആര് വേണം, എ, സി റിലേഷനിലുണ്ട്, ആ ആള് പ്രസന്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഗിവൺ റിലേഷൻ വിച്ച് ഈസ് ട്രാൻസിറ്റീവ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ 3 ബുക്ക് കൺസിഡർ ചെയ്യണം അല്ലെ. ആദ്യം ഞാൻ 2 ബുക്ക് എടുത്തു. ഏതാണ്, എക്സും വൈയും 2 ബുക്ക് എടുത്തു. അത് റിലേഷനിലുണ്ട്, കാരണം എന്താ, രണ്ടിനും പേജിന്റെ എണ്ണം എന്താണ്, നമ്പർ ഓഫ് പേജസ് സെയിം ആണ്. ഇനി ഈ വൈയും ഓൾറെഡി നമ്മൾ എടുത്ത വൈയും സെറ്റും എടുത്തു. ഓക്കെ, അപ്പോൾ ഈ എക്സില് 60 പേജ് ഉണ്ട്, വൈയിലും എന്തുണ്ട്, 60 പേജ് ഉണ്ട്. ഇനി ഇവിടെ എത്തുമ്പോൾ വൈയിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ? ഇല്ല, വൈയിൽ എന്തുണ്ട്, 60 പേജ് ഉണ്ട്. അപ്പോൾ സെറ്റിലും 60 പേജ് ഉണ്ടാവണം, കാരണം എന്താ, എന്നാലേ അത് റിലേഷനിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുള്ളൂ. അപ്പോൾ അത് ഇൻ റിലേഷനിലാണ്. ഓക്കെ, ഇത് രണ്ടും സാറ്റിസ്ഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ, ഇത് രണ്ടും ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, എക്സിലും സെഡിലും പേജിന്റെ നമ്പറിൽ ഇനി വല്ല വ്യത്യാസം വരുമോ? ഇല്ല, സെയിം ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, എക്സ്, സെഡ് ബിലോങ്സ് ടു ആർ എന്ന് പറയാം. എക്സ്, സെഡ് ബിലോങ്സ് ടു ആർ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇഫ് എക്സ് ആൻഡ് വൈ ഹാവ് ദി സെയിം നമ്പർ ഓഫ് പേജസ്, y and z have the same number of pages. Then എന്താണ്, x and z have the same number of pages. Therefore, the given relation R is transitive. അപ്പോൾ നമുക്ക് റിലേഷൻ ആർ എന്താണ്, റിഫ്ലക്സീവ് ആണ്, സിമ്മട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സെന്റൻസ് ചെയ്താ, ഹെൻസ് റിലേഷൻ ആർ ഈസ് an equivalence relation. ഓക്കെ, ക്ലിയർ ആണല്ലോ. വീഡിയോ പോസ് ചെയ്തിട്ട് നോട്ട് ചെയ്തിട്ട് കേട്ടോ. ഓക്കെ, എക്സൈസ് 1.1 8th ക്വസ്റ്റ്യൻ, കുറച്ച് ചെറിയ ലെങ്തി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്, ഇവിടെ നമുക്കൊരു സെറ്റ് തന്നിട്ടുണ്ട്, എ എന്നുള്ളൊരു സെറ്റ് തന്നിട്ടുണ്ട്. എന്താണ്, 1 2 3 4 5 ആണ് അല്ലെ, ഗിവൺ ബൈ. ഇനി നമുക്ക് ഷോ ചെയ്യണം, എന്താ ഷോ ചെയ്യേണ്ടത്, ഗിവൺ റിലേഷൻ ആർ എ ബി എന്നുള്ളൊരു ഓർഡേഡ് പെയർ മോഡുലസ് ഓഫ് എ മൈനസ് ബി ഈസ് ഈവൻ ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യണം.
ഓക്കെ. ഈവൻ അത് അതിന്റെ കണ്ടീഷനാണ്, സോറി, അതിന്റെ റിലേഷന്റെ കണ്ടീഷനാണ്. മോഡുലസ് ഓഫ് എ മൈനസ് ബി ഈസ് ഈവൻ, അത് കണ്ടീഷനാണ്. ഓക്കെ, അത് ബേസ് ചെയ്തിട്ടുള്ള നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്ന ഓർഡറുടെ പേരാണ് എ ബി. ഓക്കെ, ക്ലിയർ. ഈ ഒരു റിലേഷൻ ഈക്വലൻസ് റിലേഷൻ ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യണം. അതായത് റിലേഷൻ സിമെട്രിക് ആവണം, റിഫ്ലക്സീവ് ആവണം ആൻഡ് ട്രാൻസിറ്റീവ് ആവണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു സബ് ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യത്തെ റിലേഷൻ ഈക്വലൻസ് റിലേഷൻ ആണോ എന്നുള്ളത് പ്രൂവ് ചെയ്യാം. ഓക്കെ, ഇവിടെ മോഡുലസ് ഫംഗ്ഷൻ ആണ് അല്ലേ. മോഡുലസ് ഫംഗ്ഷൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. എന്താണ് മോഡുലസ് ഓഫ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ് അല്ലേ. മോഡുലസ് ഓഫ് -2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് -2. അപ്പോൾ ഈ മോഡുലസ് എന്താണ്, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് അല്ലേ. ഈ രണ്ട് എന്താ പറയാ, പില്ലറിന്റെ ഇടയിൽ എത്ര നെഗറ്റീവ് ഉള്ള ഒരാളെ കൊണ്ടിട്ട് കഴിഞ്ഞാലും പുറത്ത് വരുമ്പോൾ, പില്ലറിന്റെ പുറത്ത് വരുമ്പോൾ എന്തായി, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറും. ഓക്കെ, അതാണ് മോഡുലസ് ഫംഗ്ഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ റിലേഷൻ ഫംഗ്ഷൻസിൽ +1 ഒരുപാട് പഠിച്ചതാണ് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇവിടെ, എങ്ങനെയാണ് ഇത് ഈക്വലൻസ് റിലേഷൻ എന്നുള്ള കാറ്റഗറിയിലേക്ക് വരുന്നത് എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം റിഫ്ലക്സീവ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. ഗിവൺ റിലേഷൻ റിഫ്ലക്സീവ് ആണോ എന്നുള്ളത് നോക്കാം. റിഫ്ലക്സീവ്, ചെക്ക് റിഫ്ലക്സീവ്, ഹെഡിങ് കൊടുക്കുക റിഫ്ലക്സീവ്. റിഫ്ലക്സീവിന്റെ കണ്ടീഷൻ നമുക്കറിയാം. ഇഫ് എ റിലേഷൻ ഈസ് സെഡ് ടു ബി റിഫ്ലക്സീവ്, എ ഷുഡ് ബി ഇൻ റിലേഷൻ ആർ. ഓക്കെ, എ എന്ത് റിലേഷനിൽ ഉണ്ടായിരിക്കണം. നമുക്ക് ഇവിടെ തന്ന റിലേഷനാണ്, തന്ന റിലേഷന്റെ കണ്ടീഷനാണ് എ ബി എന്നുള്ളൊരു ഓർഡറുടെ പേരുണ്ട്. ഇത് എ ബി എന്നുള്ളത് എങ്ങനെ കിട്ടണം, A-B എന്നുള്ളതിന്റെ മോഡുലസ് ഈസ് ഈവൻ നമ്പർ ആവണം. ഓക്കെ, അപ്പോ നമ്മള് സെറ്റ് എയിൽ ഏതൊക്കെയാണ് എലിമെന്റ്സ് ഉള്ളത്, 1 2 3 4 5 ആണ്. 1 to 5 ഉള്ള നമ്പേഴ്സ് ആണ്. നമുക്ക് ഇവിടെ റിഫ്ലക്സീവ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മളെ റിലേഷനിൽ ആരൊക്കെ ഉണ്ടാവണം, 1 1 വേണം, 2 2 വേണം, 3 3 വേണം, 4 4 വേണം, 5 5 വേണം അല്ലേ. അപ്പോൾ 1 1 എന്നുള്ളത് നമ്മൾ എന്റെ പ്ലേസിൽ 1ഉം ബിന്റെ പ്ലേസിൽ 1 ഇട്ട് കഴിഞ്ഞാൽ ഇത് രണ്ടും മൈനസ് ചെയ്ത് അതിന്റെ മോഡുലസ് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ നമ്പർ കിട്ടണം. അത് കിട്ടുന്നുണ്ടോ നോക്കിയാൽ പോരെ. അപ്പോൾ ഞാനിവിടെ 1 - 1 ഇട്ടു. 1 - 1 എന്താണ്, 1 - 1 മോഡുലസ് ഓഫ് 0 ആണ്. മോഡുലസ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ 0 ഈവൻ നമ്പർ ആണ്. 0 ഓൾവേസ് എൻ ഈവൻ നമ്പർ. 0 എന്താണ്, ഒരു ഈവൻ നമ്പർ ആണ്. ഇനി ഞാനിവിടെ അടുത്ത നമ്പർ ഏതാണ്, 2 ആണ് അല്ലേ. ഞാനിവിടെ 2 - 2 എന്നിട്ടു. ഓക്കെ, എന്റെ ബിന്റെ പ്ലേസിൽ 2 - 2 എന്നിട്ടു. അതും എന്ത് തന്നെയാണ്, 0 ആണ് വരുന്നത്. മോഡ് ഏതാണ്, ഈവൻ നമ്പർ ആണ് വരുന്നത്. ഇനി അവിടെ 3 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും 4 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും 5 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ആൻസർ ഈസ് സെയിം, വിച്ച് ഈസ് 0. ഓക്കെ, 0 ഓൾവേസ് ഈസ് ആൻ ഈവൻ നമ്പർ. അപ്പോ നമുക്ക് എന്ത് കിട്ടി, ഇത് റിഫ്ലക്സീവ് ആണ് എന്നുള്ളത് കിട്ടി. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം, ഈ ഒരു സംഭവങ്ങൾ എഴുതിയിട്ട് 0 ഈസ് ഓൾവേസ് ഈവൻ നമ്പർ ആണ് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാ, A belongs to R, therefore relation R is reflexive. ഓക്കെ, ഇനി അടുത്തത് ഈ ഒരു ഗിവൺ റിലേഷൻ അത് സിമെട്രിക് ആണോ എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാം. സിമെട്രിക് ആണോ എന്നുള്ളത് നോക്കാം. ഹെഡിങ് എഴുതുക, ചെക്ക് സിമെട്രിക്. ഗിവൺ റിലേഷൻ സിമെട്രിക് ആണോ എന്നുള്ളത് നോക്കാം. എന്താണ് സിമെട്രിക്കിന്റെ കണ്ടീഷൻ, A, B എന്നുള്ളൊരു പെയർ നമ്മളെ റിലേഷനിൽ ഉണ്ടെങ്കിൽ അവിടെ ആര് നിർബന്ധമായിട്ടുണ്ടാവണം, B, A എന്നുള്ള ഒരാൾ റിലേഷനിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, നമ്മളെ റിലേഷനിൽ ഞാൻ ഫസ്റ്റത്തെ ഒരു എലമെന്റ് അതായത് നമുക്ക് എന്ത് കിട്ടണം, ഈവൻ നമ്പർ ആയിട്ട് വരുന്ന അല്ലെ, ഈവൻ നമ്പർ ആയിട്ട് വരുന്ന ഓർഡേർഡ് പെയേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞേറ്റേ. അതായത് മോഡുലസ് ഓഫ് 2 - 4, മോഡുലസ് ഓഫ് 2 - 4 എന്താ, മോഡുലസ് ഓഫ് -2 ആണ് അല്ലേ. 2 - 4ന്റെ മോഡുലസ് എന്താണ്, -2 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 2 ആണ്. ഓക്കെ, ഈ 2ഉം 4ഉം ഞാൻ എവിടുന്ന് എടുത്തതാണ്, നമ്മളെ സെറ്റ് 1 2 3 4 5 എന്ന് എടുത്തതാണ്. ഓക്കെ, അപ്പൊ 2 4 എന്നുള്ളത് ഒരു ഓർഡേർഡ് പെയർ ആണ് അല്ലേ. ഈ 2 4 എന്നുള്ളത് റിലേഷനിലുണ്ട്. കാരണം എന്താ, ഇതിന്റെ മോഡുലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്, ഈവൻ നമ്പർ ആണ് വരുന്നത് അല്ലേ, ഒരു ഈവൻ നമ്പർ ആണ് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഈ 2 4 എന്നുള്ളത് റിലേഷനിലുണ്ട്. ഇനി ഇവിടെ ആരും കൂടി ഉണ്ടാവണം, 4 - 2 എന്നുള്ള ഒരാളും കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ എന്ത് പറയാ, അത് 4 - 2 എന്നുള്ള 2 എന്നുള്ള ഒരാളും കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ, റിലേഷനിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം, അത് സിമെട്രിക് ആണ് എന്നുള്ളത് പറയാം. ഓക്കെ, പറഞ്ഞൂടെ, ഇൻ റിലേഷൻ
റിലേഷൻ ആറിലുണ്ട് എന്നുണ്ടെങ്കിൽ സിമെട്രിക് ആണെന്ന് പറയാം. അപ്പോൾ 4-2ന്റെ മോഡുലസ് എന്താ? 4-2 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്, അതും ഈവൻ നമ്പർ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഏത് രണ്ട് നമ്പേഴ്സ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈവൻ നമ്പർ കിട്ടുന്നുണ്ടോ, അത് നേരെ തിരിച്ചിട്ട് കഴിഞ്ഞാലും എന്ത് തന്നെയാണ് കിട്ടുക? ഈവൻ നമ്പർ കിട്ടും. ഒന്ന് പ്ലസ് ആണെങ്കിൽ ഒന്ന് മൈനസ് ആവും. ഇനി ഇവിടെ മോഡുലസ് ഉള്ളതുകൊണ്ട് മൈനസ് നിന്ന് പുറത്ത് വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി എന്താവും? പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ സെയിം ഈവൻ നമ്പർ തന്നെയാണ് വരിക. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് എന്ത് പറയാ? ഏതൊരു റിലേഷനും ഇത് എന്താണ്? ഈ ഗിവൺ കണ്ടീഷനിലുള്ള ഈ റിലേഷൻ സിമെട്രിക് റിലേഷൻ ആണ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? മോഡുലസ് ഓഫ് എ മൈനസ് ബി ഈക്വൽ ആണ് മോഡുലസ് ഓഫ് ബി മൈനസ് എ ഈക്വൽ ആണ്. ഇത് എഴുതണ്ട. ഓക്കെ, ഈ ഒരു എഴുതിയ എക്സാമ്പിൾ എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് എഴുതാം ഹെൻസ് ഇഫ് എ കോമ ബി ബിലോങ്സ് ടു ആർ ആണെന്നുണ്ടെങ്കിൽ ദെൻ ഇവിടെ ആരുണ്ടാവും? ബി കോമ എ ബിലോങ്സ് ടു ആർ ഉണ്ടാവും. therefore R is symmetric. R എന്താണ്? സിമെട്രിക് ആണ്. ക്ലിയർ ആയല്ലോ? ഇപ്പൊ നമുക്ക് ഗിവൺ റിലേഷൻ റിഫ്ലക്സീവ് ആണ് എന്നുള്ളത് പ്രൂവ് ആയി, അതുപോലെ തന്നെ അത് സിമെട്രിക് ആണ് എന്നുള്ളത് പ്രൂവ് ആയി. ഇനി ലാസ്റ്റത്തെ ടൈപ്പ് റിലേഷൻ, അത് ട്രാൻസിറ്റീവ് ആണോ എന്നുള്ളതും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലെ. അത് ട്രാൻസിറ്റീവ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. ട്രാൻസിറ്റീവ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. എന്താണ് ട്രാൻസിറ്റീവിന്റെ കണ്ടീഷൻ? എന്താണ്? എ കോമ ബി ബിലോങ്സ് ടു ആർ. എ കോമ ബി എന്നുള്ള ആള് നമ്മളെ റിലേഷനിലുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബി കോമ സിയും ഇവിടെ ഉണ്ട്, നമ്മളെ റിലേഷനിലുണ്ട്. അപ്പൊ എയും ബിയും റിലേഷനിലുണ്ട്, ബിയും സിയും റിലേഷനിലുണ്ട്. കാരണം എന്താ? ഇതിൻ്റെയൊക്കെ ഡിഫറൻസ് ഈസ് ആൻ ഈവൻ നമ്പർ, ഇത് ഈവൻ നമ്പർ ആണ്. അങ്ങനെയെങ്കിൽ ദെൻ അവിടെ ആര് വേണം? അവിടെ ആര് നിർബന്ധമായിട്ട് വേണം? എ കോമ സി നമ്മളെ റിലേഷനിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇതാണ് നമ്മളതിൻ്റെ കണ്ടീഷൻ വരുന്നത്. ഇനി നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ചെക്ക് ചെയ്ത് നോക്കുക. എ ബി, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ 2ഉം 4ന്റെ ഒരു എക്സാമ്പിൾ തന്നെ. 2ഉം 4ന്റെ ഡിഫറൻസ് എന്താണ് വരുന്നത്? 2ഉം 4ന്റെയും 2 മൈനസ് 4ന്റെ ഡിഫറൻസ് എന്താ വരുന്നത്? മോഡുലസ് വരുമ്പോൾ 2 ആണല്ലേ ആൻസർ വരുന്നത്. ഓക്കെ, ഇനി ഞാൻ 4 മൈനസ് 6 എടുത്തു. ഇതൊക്കെ ഈവൻ നമ്പേഴ്സ് ആണ് അല്ലേ. 4 മൈനസ് 6 എടുത്തു. 4 മൈനസ് 6 എന്നുള്ളത് റിലേഷനിലുള്ള ആളാണ്. കാരണം എന്താ? ഇതിന്റെ ഡിഫറൻസും എന്ത് തന്നെയാണ്? ഈവൻ നമ്പർ തന്നെയാണ് വരുന്നത്. ഇതും ഈവൻ നമ്പർ തന്നെയാണ് വരുന്നത്, ഇതും ഈവൻ നമ്പർ തന്നെയാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്തായാലും പറഞ്ഞൂടെ 2 മൈനസ് 6 എന്നുള്ളത് എന്താണ് വരിക? 2 മൈനസ് 6 എന്നുള്ളത് 4 ആണ് വരിക അല്ലെ. മോഡുലസ് വരുമ്പോൾ -4 ഉള്ളത് 4 ആവും. അതും എന്ത് തന്നെയാണ്? ഈവൻ നമ്പർ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാ? ഈ ഗിവൺ റിലേഷൻ ട്രാൻസിറ്റീവ് ആണ് എന്ന് പറയാം. ഇനി ഏത് നമ്പർ എടുത്ത് ചെക്ക് ചെയ്താലും അതിങ്ങനെ വരികയുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് അതൊന്ന് എഴുതി നോക്കാം. ഗിവൺ ഇഫ് എ മൈനസ് ബി എന്നുള്ളത് റിലേഷനിലുണ്ട് ആൻഡ് ബി മൈനസ് സി നമ്മളെ റിലേഷനിലുണ്ട്, then എ ബി ആണ് കേട്ടോ. എ ബി ബി സി ആൻഡ് എ സി ഓൾസോ ഇൻ റിലേഷനിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആർ ഈസ് ട്രാൻസിറ്റീവ് ആണെന്ന് പറയാം. ആർ എന്താണ്? ഒരു ട്രാൻസിറ്റീവ് റിലേഷൻ ആണെന്ന് പറയാം. അപ്പൊ നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്ത് കിട്ടി എന്താണ്? ഗിവൺ റിലേഷൻ ഈസ് റിഫ്ലക്സീവ് ആണ്, സിമെട്രിക് ആണ് ആൻഡ് ട്രാൻസിറ്റീവ് ആണ്. ക്ലിയർ ആണല്ലോ? വീഡിയോ പോസ് ചെയ്യുക, നോട്ട് ചെയ്യുക. ഇനി ഇതിന്റെ ഒരു സബ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണ് നമുക്ക് തന്ന സബ് ക്വസ്റ്റ്യൻ? എന്താണ് സബ് ക്വസ്റ്റ്യൻ ആയിട്ടല്ല, അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഹിയർ ഷോ ദാറ്റ് ഓൾ ദി എലമെന്റ്സ് 1, 3, 5 എന്നുള്ളൊരു സെറ്റ് തന്നിട്ടുണ്ട്. ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ ആൻഡ് അതിലുള്ള ഓരോ എലമെന്റ്സും റിലേറ്റഡ് ടു ഈച്ച് അതർ എന്നുള്ളത് നമുക്കൊന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ ഓൾ ദി എലമെന്റ്സ് ഓഫ് 2, 4 എന്നുള്ള ഒരു സെറ്റ് തന്നിട്ടുണ്ട്. അതിലുള്ള എലമെന്റ്സും റിലേറ്റഡ് ടു ഈച്ച് അതർ
ഓക്കെ, അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് അതിലുള്ള ഓരോ എലമെന്റ്സും അവരുമായിട്ട് അത് ഓരോ എലമെന്റ്സും തമ്മിൽ റിലേറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇനി ഇത് രണ്ടും ഒരുമിച്ച് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 135 എന്നുള്ള സെറ്റും 24 എന്നുള്ള സെറ്റും നമ്മൾ ഒരുമിച്ച് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവ തമ്മിൽ എന്തില്ല, ഒരു റിലേഷനും, അത് ഒരു റിലേഷൻ മീൻസ് എലമെന്റ്സ് തമ്മിൽ റിലേറ്റഡ് അല്ല എന്നുള്ളത് ഒന്ന് പ്രൂവ് ചെയ്താലും മതി. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു മീനിങ് വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, വളരെ സിമ്പിൾ ആണ് കേട്ടോ, വളരെ സിമ്പിൾ ആണ്. നമ്മൾ ആദ്യത്തെ സെറ്റ് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഞാൻ ആദ്യത്തെ സെറ്റ് കൺസിഡർ ചെയ്തു. ഇൻ സെറ്റ് 135 ആണ്. എന്താണ് ഈ സെറ്റിന്റെ പ്രത്യേകത? 3 നമ്പറും ഓഡ് നമ്പറാണ് അല്ലേ? അപ്പൊ നമുക്ക് അവിടെ എഴുതി വെക്കാം. ഓൾ, ഇതിൽ പ്രത്യേകിച്ച് എഴുതാനൊന്നും ഇല്ല. ഓൾ എലമെന്റ്സ് ആർ ഓഡ്. ഇനി നമ്മളെ ഈ ഒരു റിലേഷനിൽ തന്ന കണ്ടീഷൻ എന്ത് ചെയ്യുന്നു? ഡിഫറൻസ് ബിറ്റ്വീൻ ടു നമ്പേഴ്സ് എ ബി എന്നുള്ള രണ്ട് നമ്പർ എടുത്തു കഴിഞ്ഞാൽ, എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡിഫറൻസ് എന്താവണം? ഈവൻ നമ്പർ ആവണം എന്നുള്ളത്. ഓക്കെ, ഇവിടെ നമ്മളൊന്ന് എടുത്തു നോക്കല്ലേ. 1ഉം 3ഉം എടുക്കുക. 1 - 3 മോഡുലസ് ഓഫ് 1 - 3 എന്താണ്? 1 - 3 എന്ന് പറഞ്ഞാൽ 2 ആണ്. അതൊരു എന്താണ്? ഒരു ഈവൻ നമ്പർ ആണ്. ഇനി മോഡുലസ് ഓഫ് 1 - 5, 1 - 5ന്റെ മോഡുലസ് എന്താണ്? 4 ആണ്. അതും എന്താണ്? ഒരു ഈവൻ നമ്പർ ആണ്. ഇനി 3 - 5, 3ഉം 5ഉം എടുത്തു, അതിന്റെ മോഡുലസ് അല്ലെങ്കിൽ അതിന്റെ ഡിഫറൻസ് എന്താണ്? 3 - 5 എന്ന് പറഞ്ഞാൽ 2 ആണ്. അതും എന്ത് തന്നെയാണ്? ഒരു ഈവൻ നമ്പർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എഴുതി വെക്കാം. സോ ഡിഫറൻസ് ബിറ്റ്വീൻ any two numbers is always even. അല്ലേ? ഡിഫറൻസ് ബിറ്റ്വീൻ ഹിയർ any two numbers is always even. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ലാസ്റ്റ് എഴുതുക. hence elements of set 135 are related to each other. എന്നുള്ളത് നമുക്കിവിടെ എഴുതി വെക്കാം അല്ലേ? ഒരു ആൻസർ നമുക്ക് എഴുതി വെക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ സെറ്റ് കൺസിഡർ ചെയ്യാം. രണ്ടാമത്തെ സെറ്റ് എന്താ നമുക്ക് തന്നിട്ടുള്ളത്? രണ്ടാമത്തെ സെറ്റ് തന്നിട്ടുള്ളത് ഈവൻ നമ്പേഴ്സ് ആണ് അല്ലേ? 2, 4 ആണ് നമുക്ക് രണ്ടാമത്തെ സെറ്റ് തന്നിട്ടുള്ളത്. അപ്പോ ഇൻ കളർ ചേഞ്ച് ഇൻ 2, 4, 2, എന്നുള്ള 4ൽ എന്താണ് ഇതിന്റെ പ്രത്യേകത? എന്താണ്? ഇവിടെ ഓൾ എലമെന്റ്സ് ആർ ഈവൻ നമ്പേഴ്സ് ആണ് അല്ലേ? ഓൾ എലമെന്റ്സ് ആർ ഈവൻ ആണ്, ഈവൻ നമ്പേഴ്സ് ആണ്. ഇനി എന്താണ് ഇതിന്റെ ഡിഫറൻസ്? 2 - 4 എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? അതും ഒരു ഈവൻ നമ്പർ ആണ്. മോഡുലസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഈവൻ നമ്പർ ആയിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ എഴുതാം മോഡുലസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ two numbers is always even. Two numbers is always even. Hence നമുക്ക് നേരത്തെ എഴുതിയ സെന്റൻസ് എഴുതാം. Hence element of 2, 4 are related to each other. ഓക്കെ, ഇതെന്താണ്? റിലേറ്റഡ് ആണ് എന്നുള്ളത് നമുക്ക് എഴുതാം. ഇനി നമുക്ക് അതിന്റെ ലാസ്റ്റ് സെന്റൻസ് ഒരു ക്വസ്റ്റ്യൻ സെന്റൻസ് ആയിട്ട് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. സെറ്റ് 1, 2, 3 അതുപോലെ തന്നെ സെറ്റ് 135ഉം സെറ്റ് 2, 4ഉം അത് നോട്ട് റിലേറ്റഡ് ടു ഈച്ച് അതർ ആണ് എന്നുള്ളത് നമുക്കിവിടെ പ്രൂവ് ചെയ്യണം. ഓക്കെ, ഏതൊക്കെയാണ്? ഇൻ സെറ്റ് 135 ആൻഡ് സെറ്റ് 2, 4. ഓക്കെ,
നമ്മൾ നേരത്തെ എഴുതി എലമെന്റ്സ് ഓഫ് നമുക്കറിയാം എന്താണ് എലമെന്റ്സ് ഓഫ് 135 എന്താണ് ആർ ഓഡാണ് അല്ലേ. എലമെന്റ്സ് ഓഫ് 135 എന്താണ് ഓഡാണ്. എലമെന്റ്സ് ഓഫ് 24 എന്താണ് എലമെന്റ്സ് ഓഫ് 24 ആർ ഈവൻ ആണ് അല്ലേ, ഈവൻ ആണ്. ഇനി നമ്മളിവിടെ രണ്ട് സെറ്റ് ഒരുമിച്ച് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഈ രണ്ട് സെറ്റിന്റെയും ഓരോ എലമെന്റ്സ് എടുത്തിട്ട് അതിന്റെ ഡിഫറൻസ് എന്താണ് ഓഡാണോ ഈവൻ ആണോ കിട്ടുക എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. എന്താണ് വരിക 1 എടുത്തു കഴിഞ്ഞാൽ 1 - 2 എന്താണ് വരിക മോഡുലസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ദി എലമെന്റ്സ് ഓഫ് സെറ്റ് 135 ആൻഡ് സെറ്റ് 24 ഈസ് ആൻഡ് എന്താണ് എന്താ വരിക ഏതാ വരിക ഓഡാണോ ഈവൻ ആണോ വരിക. നമ്മൾ 1 2 കൺസിഡർ ചെയ്തു 1 - 2 എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് 1 - 1 വരും വിച്ച് ഈസ് ഈക്വൽ ടു 1 വരും. ഓക്കെ, ഇനി അടുത്തൊരു എലമെന്റ് 1 - 4 എടുത്തു. 1 - 4 എടുത്തു കഴിഞ്ഞാൽ 1 - 4 എന്താ മോഡുലസ് ഓഫ് 1 - 4 എന്താ വരിക 3 എന്നുള്ളൊരു നമ്പർ കിട്ടും അല്ലേ. ഇനി 2 - 2 എടുത്തു. ഓക്കെ, 2 - 2 എടുത്തു കഴിഞ്ഞാൽ 2 - 2 എന്താണ് 1 ആണ്. 2 - 4 എടുത്തു കഴിഞ്ഞാൽ 2 ആണ്. 5 - 2 എടുത്തു കഴിഞ്ഞാൽ 3 ആണ്. 5 - 4 എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക 1 ആണ്. അപ്പോൾ ഇത് തമ്മിൽ എന്തില്ല നമ്മളെ റിലേഷനിൽ തന്ന ആ മോഡുലസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു നമ്പേഴ്സ് ഈസ് ഈവൻ എന്നുള്ളതിനോട് ഒരു ബന്ധമില്ല. ഓക്കെ, അപ്പോൾ നമ്മളത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതി വെക്കുക മോഡുലസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു നമ്പേഴ്സ് are not related to each other. Of the elements set 135 and 24. ഓക്കെ, ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് നോട്ട് കംപ്ലീറ്റ് ആക്കട്ടോ. എക്സസൈസ് 1.1 9th ക്വസ്റ്റ്യൻ ഷോ ദാറ്റ് ദി റിലേഷൻ ആർ ഇൻ ദി സെറ്റ് എ. സെറ്റ് എ തന്നു കണ്ടോ, സെറ്റ് എ ഈക്വൽ ടു എക്സ് ബിലോങ്സ് ടു സെഡ് ആണ്. എക്സ് എന്നുള്ളത് സെറ്റ് എയിലുള്ള ഒരു എലമെന്റ് ആണ് കേട്ടോ. വിച്ച് ബിലോങ്സ് ടു സെഡ് ആണ്. സെഡ് മീൻസ് എന്താ നമ്മൾ മുന്നേ പ്രോബ്ലത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണ് വിച്ച് ഈസ് ഇൻഡിജർ നമ്പർ ആണ്. ആൻഡ് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 വിച്ച് മീൻസ് എക്സ് ലൈസ് ബിറ്റ്വീൻ 0 to 12 ഇൻക്ലൂഡിങ് 0 to 12. എക്സിന്റെ വാല്യൂ ഇൻഡിജർ നമ്പർ ആണ്. എവിടെ ഇൻഡിജർ നമ്പറിന്റെ റേഞ്ച് ആണ് അവിടെ, അതിന്റെ ലിമിറ്റ് ആണ് അവിടെ തന്നിട്ടുള്ളത് 0 മുതൽ ഇൻക്ലൂഡിങ് 0 and 12 0 മുതൽ 12 വരെയുള്ള ഇൻഡിജർ നമ്പർ. അപ്പൊ നമുക്ക് ആ ഒരു സെറ്റിനെ ഒന്ന് എഴുതി നോക്കാം. എന്താണ് വരിക സെറ്റ് എ ഈക്വൽ ടു ഫ്രം 0 അല്ലെ 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 1 2 3 4 5 6 7 8 9 10 11 and 12. ഇത്രയും നമ്പേഴ്സ് ആണ് ഈ ഒരു സെറ്റിൽ വരുന്നത്. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ എന്താ രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. റിലേഷൻ ആർ എ ബി എന്നുള്ള റിലേഷൻ കിട്ടും. എന്താണ് അതിന്റെ കണ്ടീഷൻ? അത് കിട്ടാനുള്ള കണ്ടീഷൻ എന്താ? മോഡുലസ് ഓഫ് എ മൈനസ് ബി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. മോഡുലസ് ഓഫ് എ മൈനസ് ബി ചെയ്ത് കഴിഞ്ഞാൽ അത് ആൻസർ എന്തായിരിക്കണം 4ന്റെ മൾട്ടിപ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പെയറിനെ ആ എനും ബിനും നമുക്ക് എന്തെടുക്കാം റിലേഷൻ ആയിട്ട് എഴുതാം. അതാണ് നമ്മളോട് റിലേഷന്റെ കണ്ടീഷൻ തന്നത്. എന്താണ് മൾട്ടിപ്പിൾസ് ഓഫ് 4 എന്ന് പറഞ്ഞാൽ ഈ നമ്പേഴ്സിൽ മൾട്ടിപ്പിൾസ് ഓഫ് 4 ഏതൊക്കെയാണ് വരുന്നത്? ഒന്ന് 0 വരും അല്ലെ, 0 എന്നുള്ളത് 4ന്റെ മൾട്ടിപ്പിൾ ആണ്. പിന്നെ 4 എന്നുള്ളത് 4ന്റെ മൾട്ടിപ്പിൾ ആണ്. ദെൻ പിന്നെ ഏതൊക്കെയാണ് വരിക 0 4 ആൻഡ് 1 വരുമോ? 1 എന്നുള്ളത് എന്താണ് 4ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ, അല്ല സോറി 0 4 വരും. ദെൻ 8 and 12. ഓക്കെ,
ഇത്രയും നമ്പേഴ്സ് ആണ് നമുക്ക് 4ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് നമുക്ക് ഇതിൽ കിട്ടുക. ഇനി ഈ ആൻസർ വരത്തക്ക രീതിയിൽ നമുക്ക് എയും ബിയും ആയിട്ടുള്ള ഓർഡേർഡ് പെയർസിനെ നമ്മൾ കുറച്ച് സെലക്ട് ചെയ്ത് റിലേഷനിൽ എഴുതി. അത് റിഫ്ലക്സീവ് ആണോ സിമ്മട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ എന്നാണ് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യാനുള്ളത്. അതായത് ഈക്വലൻസ് റിലേഷൻ ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ഒന്ന് നോക്കാം അല്ലെ, അത് റിഫ്ലക്സീവ് ആണോ എന്നുള്ളത് നോക്കാം. നമുക്ക് റിഫ്ലക്സീവ് ആണോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലെ. അപ്പൊ റിഫ്ലക്സീവിന്റെ കണ്ടീഷൻ എന്താ വരുന്നത്? എ കോമ എ ബിലോങ്സ് ടു ആർ എന്നുള്ളത് കിട്ടണം അല്ലെ. എ ബിലോങ്സ് ടു ആർ എന്നുള്ളത് കിട്ടണം. നമ്മൾ മോഡുലസ് എന്താണ് ഇവിടെ? മോഡുലസ് ഓഫ് എ മൈനസ് എ എന്താണ് വരിക? 0 ആണ് വരിക. 0 എന്നുള്ളത് എന്താണ്? 4ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ. അപ്പോ എ മൈനസ് എ. ഇനി ഞാൻ വേറെ നമ്പർ എടുത്തു, ബി മൈനസ് ബി എടുത്തു, അത് 0 ആണ്. അപ്പോൾ 0 എടുത്താലും 1 എടുത്താലും 2 2 3 3 4 4 5 5 ഓരോ നമ്പറും അതിന്റെ ആ നമ്പറുമായിട്ട് തന്നെ റിലേഷനിലായി കഴിഞ്ഞാൽ അത് ആ പെയറിനെ നമുക്ക് എന്താക്കി എടുക്കാം? ഈ റിലേഷനിൽ എടുക്കാം. അതെന്താണ്? റിഫ്ലക്സീവ് റിലേഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ അപ്പൊ അത് ഓരോന്നും എന്താണ്? റിഫ്ലക്സീവ് റിലേഷൻ ആണ്. ഒക്കെ ഇതിന്റെ ആൻസർ എന്താ വരിക? 0 ആണ്. 0 ഈസ് മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. Therefore എ ബിലോങ്സ് ടു ആർ ആയതുകൊണ്ട് ആർ ഈസ് എന്താണ്? റിഫ്ലക്സീവ് റിലേഷൻ ആണ്. ആർ എന്താണ്? റിഫ്ലക്സീവ് റിലേഷൻ ആണ്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് ഏതാണ്? സിമ്മട്രിക് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. സിമ്മട്രിക് റിലേഷൻ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, എന്താണ് സിമ്മട്രിക്കിന്റെ കണ്ടീഷൻ? എ ബി ബിലോങ്സ് ടു ആർ ആണ്. ബി എ ബിലോങ്സ് ടു ആർ ആയിട്ട് പ്രസന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം? സിമ്മട്രിക് റിലേഷൻ എന്ന് പറയാം അല്ലേ. നമുക്ക് രണ്ട് നമ്പറിന്റെ മോഡുലസ് എ മൈനസ് ബി ഈക്വൽ ടു എന്ത് കിട്ടി? 4ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് കിട്ടി. എ മൈനസ് ബി എന്നുള്ളത് 4ന്റെ മൾട്ടിപ്പിൾ ആണ്. ഈസ് മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. അങ്ങനെയെങ്കിൽ ബി മൈനസ് എ 4ന്റെ മൾട്ടിപ്പിൾ ആവോ? ഉറപ്പല്ലേ, മോഡുലസ് ആണ് അല്ലേ. അതും എന്ത് തന്നെയാണ് കിട്ടുക? നമുക്ക് 4ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് തന്നെയാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഈസ് ഓൾസോ മൾട്ടിപ്പിൾ ഓഫ് 4. Therefore നമുക്ക് എന്ത് പറയാം? റിലേഷൻ ആർ എന്താണ്? സിമ്മട്രിക് ആണ് എന്ന് പറയാം അല്ലേ. റിലേഷൻ ആർ ഒരു സിമ്മട്രിക് റിലേഷൻ ആണ് എന്ന് പറയാം. ഓക്കെ, റിലേഷൻ ആർ സിമ്മട്രിക് റിലേഷൻ ആണ് എന്ന് പറയാം. ഇനി അടുത്തത് നമ്മൾ അത് ട്രാൻസിറ്റീവ് ആണോ എന്നുള്ളതും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ട്രാൻസിറ്റീവ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. ഹെഡിങ് എഴുതുക, ട്രാൻസിറ്റീവ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. ട്രാൻസിറ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ അതിന്റെ കണ്ടീഷൻ എന്താണ്? എ ബി റിലേഷനിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേറെ ഏതോ ഒരു നമ്പറായിട്ട് റിലേഷനിൽ ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് പറയാം? എ സി റിലേഷനിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഗിവൺ റിലേഷൻ ഈസ് ട്രാൻസിറ്റീവ് എന്ന് പറയാം. ഓക്കെ അല്ലേ? ചെറിയൊരു കട്ട്. ഈ ഒരു കേസിൽ മോഡുലസ് ഓഫ് എ മൈനസ് ബി ഈസ് മൾട്ടിപ്പിൾ ഓഫ് 4 ആണ് അല്ലേ. മോഡുലസ് ഓഫ് എ മൈനസ് ബി മൾട്ടിപ്പിൾ ഓഫ് 4 ആയിട്ട് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ബിയും വേറൊരു നമ്പറും 4ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു ഓർഡേർഡ് പെയർ വരുന്നുണ്ട്. അതാണ് മോഡുലസ് ഓഫ് ബി മൈനസ് സി ഈസ് മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. ഇത് രണ്ടും പോസിബിൾ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്തായാലും എന്തുണ്ടാവും? എ മൈനസ് സി മോഡുലസ് ഓഫ് എ മൈനസ് ബി ഷുഡ് ബി മൾട്ടിപ്പിൾ ഓഫ് 4 ആവും. ഓക്കെ, അതും എന്ത് തന്നെ ആവും? ഈസ് മൾട്ടിപ്പിൾ ഓഫ് 4 തന്നെ ആവും. അപ്പൊ നമുക്ക് എന്ത് പറയാ? ഗിവൺ റിലേഷൻ ആർ എന്താണ്?
ട്രാൻസിറ്റീവ് ആണ് എന്ന് പറയാം അല്ലേ? ആറ് ഒരു ട്രാൻസിറ്റീവ് റിലേഷൻ ആണ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി ഇതിൽ ഒരു ക്വസ്റ്റ്യനും കൂടി വരുന്നുണ്ട്. ഫൈൻഡ് ദി സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് റിലേറ്റഡ് ടു 1 ഇൻ ഈച്ച് കേസ് അല്ലേ? ഫൈൻഡ് ദി സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് റിലേറ്റഡ് ടു 1 ഇൻ ഈച്ച് കേസ്. ഓക്കെ. ഓരോ കേസിലും 1ഉമായിട്ട് റിലേഷനിൽ വരുന്ന ആള്, ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ആളുകൾ നമ്പേഴ്സ് ഏതൊക്കെ എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പൊ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഇവിടെ എ എന്നുള്ളത് ബി എന്നുള്ളത്, ഞാൻ എന്ത് കൊടുത്തു? 1 എന്ന് കൊടുത്തു. ബി നമുക്ക് ആരൊക്കെയുണ്ട്? 1 to 12 വരെയുള്ള നമ്പേഴ്സ് ഉണ്ട് അല്ലേ? അപ്പൊ ഞാൻ ഫസ്റ്റ് 1 എന്ന് കൊടുത്തു. ഇനി നമുക്ക് എന്ത് വേണം? മോഡുലസ് ഓഫ് എ മൈനസ് ബി എന്താവണം? മൾട്ടിപ്പിൾ ഓഫ് 4 ആവണം അല്ലെ? മോഡുലസ് ഓഫ് എ മൈനസ് ബി മൾട്ടിപ്പിൾ ഓഫ് 4 ആവണം. അപ്പൊ ഞാനിവിടെ 1 കൊടുത്തു, ബി എന്നുള്ള നമ്പർ 1 കൊടുത്തു. അപ്പൊ 1 മൈനസ് 1 എന്താണ്? 0 ആണ്. ഇത് മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. ഇനി എ 1 തന്നെയാണ്. കാരണം എന്താ? നമ്മളോട് എന്താ പറഞ്ഞത്? എ സെറ്റ് ഓഫ് എലിമെന്റ്സ് റിലേറ്റഡ് ടു 1 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. 1ഉമായിട്ട് റിലേറ്റ് ചെയ്ത ആളുകളെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇനി ഞാൻ ബി 2 എന്ന് കൊടുത്തു. 1 മൈനസ് 2 ഈക്വൽ ടു എന്താ വരിക? മോഡുലസ് ഓഫ് 1 മൈനസ് 2 ഈക്വൽ ടു എന്താ വരിക? 1 ആണ് വരിക. ഇത് 4ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. അപ്പൊ 2 അതിലില്ല. ഇനി 1ഉം അതുപോലെ തന്നെ 3യും 1 മൈനസ് 3 മോഡുലസ് ഓഫ് 1 മൈനസ് 3 ഈക്വൽ ടു എന്താ വരിക? 2 ആണ് വരിക. 2 എന്തല്ല? 4ന്റെ മൾട്ടിപ്പിൾ അല്ല. ഇനി 1ഉം അതുപോലെ തന്നെ നമ്മൾ അടുത്ത നമ്പർ 1ഉം 4ഉം എടുത്തു. 1ഉം 4 എടുക്കുമ്പോൾ ഇവിടെ 1 മൈനസ് 3 എന്ന് വരും, 1 മൈനസ് 4 എന്ന് വരും. 1 മൈനസ് 4 എന്താണ്? മോഡുലസ് 3 ആണ് അല്ലേ? 3 എന്നുള്ളത് എന്തല്ല? മൾട്ടിപ്പിൾ അല്ല. 1ഉം 5ഉം എടുത്തു. 1 മൈനസ് 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ് അല്ലേ മോഡുലസ്? അപ്പൊ അതെന്താണ്? ഇതിനെ മൾട്ടിപ്പിൾ ആണ്. ഇനി 1ഉം 6ഉം എടുത്തു. 1 മൈനസ് 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ആണ്. 5 ഇതിന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. ഇനി 7 എടുത്തു. 7 എടുത്താൽ 6 വരും, 6 മൾട്ടിപ്പിൾ അല്ല. 8 എടുത്തു. 8 എടുത്താൽ 7 വരും, മൾട്ടിപ്പിൾ അല്ല. 9 എടുത്തു. 9 എടുത്താൽ നമുക്ക് എത്ര കിട്ടും? 1 9 എടുത്തു കഴിഞ്ഞാൽ 1 മൈനസ് 9 എത്ര കിട്ടും? 8 കിട്ടും. 8 എന്താണ്? മൾട്ടിപ്പിൾ ആണ് അല്ലേ? ഇനി ഏതെങ്കിലും വരുമോ? 9 കഴിഞ്ഞാൽ 10 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 9 ആണ് വരിക, മൾട്ടിപ്പിൾ അല്ല. 11 എടുത്തു കഴിഞ്ഞാൽ 10 മൾട്ടിപ്പിൾ അല്ല. 12 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക? 12 അല്ല വരിക. 12 എടുത്തു കഴിഞ്ഞാൽ 11 ആണ് വരിക. 11 എന്തല്ല? മൾട്ടിപ്പിൾ ഓഫ് 4 അല്ല. ഓക്കെ. അപ്പൊ ഇവിടെ ദ സെറ്റ് ഓഫ് എലമെന്റ്സ് related to 1 are ഏതൊക്കെയാണ് വരുന്നത്? 1 ഉണ്ട്, 5 ഉണ്ട്, 9 ഉണ്ട്. 1ഉം 5ഉം 9ഉം ഈ 3 എലമെന്റ്സ് ആണ് 1ഉമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. ക്ലിയർ ആയല്ലോ? വീഡിയോ പോസ് ചെയ്തിട്ട് നോട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ. 1.1 9th ക്വസ്റ്റ്യനിൽ സബ് ക്വസ്റ്റ്യൻ 2. ഓക്കെ. സെയിം സെറ്റ് തന്നെയാണ് വരുന്നത്. നമ്മൾ നേരത്തെ എഴുതിയ 1 to 12 വരെയുള്ള ഇൻറ്റിജേഴ്സിന്റെ സെറ്റ് തന്നെയാണ് വരുന്നത്. ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റിലേഷൻ എന്താ? R ഈക്വൽ ടു എ ബി എന്നുള്ള ഒരു ഓർഡേഡ് പെയർ കിട്ടും. ഓർഡേഡ് പെയർ കിട്ടാനുള്ള കണ്ടീഷൻ എന്താ? എ ഈക്വൽ ടു ബി ആവണം അല്ലേ? എ ഈക്വൽ ടു ബി ആണ്. വളരെ സിമ്പിൾ ആണ്. എ ഈക്വൽ ടു ബി. ഫസ്റ്റ് നമുക്ക് റിഫ്ലക്സീവ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ. ഇവിടെ എ ഈക്വൽ ടു, ഞാൻ ഇതിന്ന് ഈ സെറ്റിൽ നിന്ന് ഒരു നമ്പർ എടുത്തു, 1 എടുത്തു. അപ്പുറത്തെ സെറ്റിൽ നിന്ന് 1 എടുത്തു. 1 ഈക്വൽ ടു 1 അല്ലേ? 2 എടുത്തു. അപ്പുറത്തെ സെറ്റിൽ നിന്ന് 2 എടുത്തു. 2 ഈക്വൽ ടു 2 അല്ലേ? 3 എടുത്തു. 3. ഇനി 12 എടുത്തു. വിച്ച് ഈസ് ഓൾ ആർ ഈക്വൽ. അതെല്ലാം എന്താണ്? ഓരോ നമ്പറും കറസ്പോണ്ടിങ് അതേ നമ്പറിന് എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാ? ഇവിടെ എ ഈക്വൽ ടു എ ആണ് അല്ലേ? എ ഈക്വൽ ടു എ ആണ്. ഓക്കെ. എ ഈക്വൽ ടു എ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? നമ്മൾ ഓർഡേർഡ് പെയറിൽ എ ബിലോങ്സ് ടു ആർ ആണ്. ദെർഫോർ ആർ ഈസ് റിഫ്ലക്സീവ് ആണ്. ഓക്കെ. ആർ ഈസ് റിഫ്ലക്സീവ് എന്ന് കിട്ടി.
ഇനി നമ്മൾ രണ്ടാമത്തത് സിമ്മട്രിക് ആണോ എന്നുള്ളതൊന്ന് പ്രൂവ് ചെയ്യാം. സിമ്മട്രിക് ഞാൻ ഒരു നമ്പർ എടുത്തു, എ എന്നുള്ളൊരു നമ്പർ എടുത്തു അല്ലേ, ഇത് ബി എന്നുള്ളൊരു നമ്പർ എടുത്തു. അത് രണ്ടും ഈക്വൽ ആയതുകൊണ്ടാണ് നമുക്കിവിടെ എന്ത് വന്നത്, എ കോമ ബി എന്നുള്ളൊരു സെറ്റ് ഒരു ഓർഡേഡ് പെയർ റിലേഷനിൽ വന്നത്. അത് രണ്ടും ഈക്വൽ ആയതുകൊണ്ടാണ് എ കോമ ബി എന്നുള്ളൊരു ഓർഡേഡ് പെയർ റിലേഷനിൽ വന്നത്. അങ്ങനെയെങ്കിൽ ബി കോമ എ എന്നുള്ള ഒരു ഓർഡേഡ് പെയറും റിലേഷനിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ലേ? ഉണ്ടാവും. ചാൻസ് അല്ല, അതെന്തായാലും ഉണ്ടാവണം അല്ലേ? കാരണം എന്താ, എയും ബിയും ഈക്വൽ ആണെങ്കിൽ ബിയും എയും എന്താണ്, ഈക്വൽ തന്നെ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാ, ഗിവൺ റിലേഷൻ ആർ ഈസ് സിമ്മട്രിക് ആണെന്ന് പറയാം. ആർ ഈസ് സിമ്മട്രിക് ആണെന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് ഇത് ട്രാൻസിറ്റീവ് ആണോ എന്നുള്ളതും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ട്രാൻസിറ്റീവ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ട്രാൻസിറ്റീവ്. ഓക്കെ, ഞാൻ രണ്ട് നമ്പർ എടുത്തു. ഏതൊക്കെയാണ്? എയും ബിയും ഈക്വൽ ആണ്. അപ്പൊ അതിന്റെ ഓർഡേഡ് പെയർ എന്തുണ്ട്, നമ്മളെ റിലേഷനിലുണ്ട്, വിച്ച് ബിലോങ്സ് ടു ആറിലുണ്ട്. ഇനി ബിയും സിയും ഈക്വൽ ആണ്. അപ്പോ ബി കോമ സി എന്നുള്ളതും നമ്മൾ എവിടെ ഉണ്ട്, ഓർഡേഡ് പെയർ ആറിലുണ്ട്, റിലേഷനിലുണ്ട്. ഈ രണ്ട് ഓർഡേഡ് പെയർ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പറഞ്ഞൂടെ എയും സിയും ഈക്വൽ ആണെന്ന് പറഞ്ഞൂടെ? അപ്പോ എ ഈക്വൽ ടു സി ആവില്ലേ ഓട്ടോമാറ്റിക്കലി? അപ്പൊ എന്തുണ്ടാവും, എ കോമ സി എന്നുള്ള ആളും ഓർഡേഡ് പെയർ ആയിട്ട് നമ്മളെ റിലേഷനിൽ ഉണ്ടാവും. അപ്പോൾ ഇത് എന്താണ്, ഈ റിലേഷൻ വിച്ച് ഈസ് ആർ ഈസ് ട്രാൻസിറ്റീവ് ആണ്. ഓക്കെ, ആറ് എന്നുള്ളത് ഒരു ട്രാൻസിറ്റീവ് റിലേഷൻ ആണ്. ഇനി ഇതിന്റെ താഴെ തന്നിട്ടുള്ള കോമൺ ആയിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യനും കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വേർഡാണ്. ഫൈൻഡ് ദ സെറ്റ് ഓഫ് ഓൾ എലിമെന്റ്സ് റിലേറ്റഡ് ടു വൺ ഇൻ ഈച്ച് കേസ്. Find the set of all elements is related to 1 in each case. Here, in this case, related to 1. 1-ഉമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ് വരുന്നത്? 1-ഉമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ആരൊക്കെയുള്ളത്? ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ അല്ലേ? 1 ഈക്വൽ ടു 1 അല്ലേ? അല്ലാതെ 1 ഈക്വൽ ടു 2 വരുമോ? 1 ഈക്വൽ ടു 3 വരുമോ? 1 ഈക്വൽ ടു 12 വരെയുള്ള ഏതെങ്കിലും നമ്പർ വരുമോ? ഇല്ല. ഓക്കെ, അപ്പോൾ ഓൺലി ആര് മാത്രമേ ഉള്ളൂ? ഓൺലി 1, 1 satisfies the relation. ഓക്കെ, അപ്പൊ അതിന്റെ സെറ്റ് എന്താണ്? 1 ആണ്. ക്ലിയർ ആയല്ലോ? വീഡിയോ പോസ് ചെയ്യുക, നോട്ട് ചെയ്യുക. എക്സസൈസ് 1.1-ൽ 10th ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് 5 സബ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഗിവ് എൻ എക്സാമ്പിൾ ഓഫ് എ റിലേഷൻ വിച്ച് ഈസ്. നമുക്ക് ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻസിന്റെ നേരെ എന്താ പറയാ, ഉൾട്ട. എന്താണ്? റിലേഷൻ ജനറേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ആ റിലേഷന്റെ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന്റെ കണ്ടീഷൻസ് ആണ് 5 സബ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത്. എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന റിലേഷൻ സിമ്മട്രിക് റിലേഷൻ ആവണം, ബട്ട് എന്താവാൻ പാടില്ല, നെയ്തർ റിഫ്ലക്സീവ് നോ ട്രാൻസിറ്റീവ്. റിഫ്ലക്സീവ് ആവാൻ പാടില്ല, ട്രാൻസിറ്റീവ് ആവാൻ പാടില്ല. അങ്ങനത്തെ ഒരു റിലേഷൻ ആണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഓക്കെ, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കല്ലേ? ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഒരു സെറ്റ് കൊടുക്കുക അല്ലേ? എ എന്നുള്ളൊരു സെറ്റ് ഉണ്ട്. ഗിവൺ എ ഈക്വൽ ടു എയിൽ 1, 2, 3 എന്ന് പറഞ്ഞ 3 എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, 3 എലമെന്റ്സ് ആണ് ഈ സെറ്റിലുള്ളത്. 1, 2, 3. ഇതിന്റെ ബേസിൽ ഞാനൊരു റിലേഷൻ എഴുതി. റിലേഷൻ ആർ ഈക്വൽ ടു ഇതിലുള്ള ഓർഡേഡ് പേഴ്സ് ആരൊക്കെയാണ്? 1, 2 ഉണ്ട്, 2, 1 ഉണ്ട്. ഓക്കെ, ഇനി ഈ ഒരു റിലേഷൻ റിഫ്ലക്സീവ് ആണോ, സിമ്മട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് റിഫ്ലക്സീവ് ആണോ നോക്കാം. റിഫ്ലക്സീവ് ആവണം എന്നുണ്ടെങ്കിൽ ഈ ഓരോ എലമെന്റും അതേ എലമെന്റുമായിട്ടുള്ള റിലേഷനിൽ ഉണ്ടായിരിക്കണം. അതായത് എ കോമ എ ബിലോങ്സ് ടു ആർ എന്നുള്ള ആൾ ഉണ്ടായിരിക്കണം അല്ലേ? 1, 1 എന്നുള്ള ആൾ ഇവിടെ ഉണ്ടോ? റിലേഷനിലുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ 2, 2 എന്ന് പറയുന്ന ഒരാൾ റിലേഷനിലുണ്ടോ? ഇല്ല. അതുപോലെ 3, 3 എന്ന് പറയുന്ന ആൾ റിലേഷനിലുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? റിലേഷൻ ആർ ഈസ് നോട്ട് റിഫ്ലക്സീവ് ആണ് എന്ന് പറയാം അല്ലേ? റിഫ്ലക്സീവ് ആണോ? അല്ല, നോട്ട് റിഫ്ലക്സീവ് ആണ് എന്ന് പറയാം. ഇനി നമുക്ക് അടുത്തതായിട്ട്
സിമ്മട്രിക് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. സിമ്മട്രിക് എന്താണ് സിമ്മട്രിക്കിന്റെ കണ്ടീഷൻ? എ ബി എന്നുള്ള ഒരാൾ റിലേഷനിൽ ഉണ്ടാവണം. റിലേഷനിൽ ഉണ്ടെങ്കിൽ അവിടെ നിർബന്ധമായിട്ടും ആര് വേണം? വിച്ച് സിംപ്ലൈസ് തിരിച്ചിട്ട ഒരാളും അവിടെ റിലേഷനിൽ ഉണ്ടായിരിക്കണം. ബി എ എന്നുള്ള ഒരാളും റിലേഷനിൽ ഉണ്ടായിരിക്കണം. എ ബിക്ക് നമുക്ക് ഇവിടെ 1-2 ഉണ്ട് അല്ലേ? 1-2 റിലേഷനിലുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ 2-1. ഈ രണ്ട് പേര് മാത്രമാണ് റിലേഷനിലുള്ളത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? റിലേഷൻ ആർ ഈസ് സിമ്മട്രിക് ആണെന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അടുത്തത് ട്രാൻസിറ്റീവ് ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ട്രാൻസിറ്റീവ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ട്രാൻസിറ്റീവ് ട്രാൻസിറ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ അവിടെ ആരൊക്കെ ഉണ്ടാവണം? എ ബി എന്നുള്ള ഒരാൾ റിലേഷനിൽ ഉണ്ടായിരിക്കണം. അതേപോലെ ബി സി, ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സിയിൽ എന്ത് ചെയ്യണം? ബി സി എന്നുള്ള ഒരാൾ റിലേഷനിൽ ഉണ്ടെങ്കിൽ അവിടെ നിർബന്ധമായിട്ട് ആര് വേണം? എ സി എന്നുള്ള ഒരാൾ റിലേഷനിൽ ഉണ്ടായിരിക്കണം. നമുക്കിവിടെ എ ബിക്ക് ഉണ്ട്. എ ബിക്ക് നമുക്ക് 1-2 എടുക്കാം അല്ലേ? 1-2 നമുക്ക് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 1-2 റിലേഷനിലുണ്ട്. പക്ഷെ ആരില്ല? 2-1, 1-1. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ട്രാൻസിറ്റീവിന്റെ കണ്ടീഷനായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ? തേർഡ് എലമെന്റ് ചെറിയ വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എ എന്നുള്ളത് 1-ഉം അതുപോലെ തന്നെ ബി എന്നുള്ളത് 2-ഉം ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ 1-ഉം 2-ഉം അല്ലാതെ സി ചെക്ക് ചെയ്യാനുള്ള എന്തില്ല? തേർഡ് എലമെന്റ് നമുക്കിവിടെ അവൈലബിൾ അല്ല. ദർ ഈസ് നോ തേർഡ് എലമെന്റ് ടു ചെക്ക് വിച്ച് ഈസ് ട്രാൻസിറ്റീവ് ഓർ നോട്ട്. അതുകൊണ്ട് എന്തല്ല, നമുക്ക് എന്ത് പറയാം? ആർ ഈസ് നോട്ട് ട്രാൻസിറ്റീവ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? വേഗം വീഡിയോ പോസ് ചെയ്യുക, നോട്ട് ചെയ്തിട്ട്. എക്സസൈസ് 1.1 10th ക്വസ്റ്റ്യൻ ആണ്. സബ് ക്വസ്റ്റ്യൻ 2. നമുക്കൊരു റിലേഷൻ ജനറേറ്റ് ചെയ്തെടുക്കണം. ആ റിലേഷൻ എന്താവണം? അത് ട്രാൻസിറ്റീവ് ആവണം. പക്ഷെ എന്താ പാടില്ല? റിഫ്ലക്സീവും സിമ്മട്രിക്കും ആവാൻ പാടില്ല. റിഫ്ലക്സീവും സിമ്മട്രിക്കും അല്ലാത്ത ട്രാൻസിറ്റീവ് ആയിട്ടുള്ള ഒരു റിലേഷൻ എക്സാമ്പിൾ ആണ് നമ്മളോട് ചോദിച്ചത്. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ ഒരു റിലേഷൻ എഴുതി. ആർ ഈക്വൽ ടു എ ബി എന്നുള്ളൊരു ഓർഡേർഡ് പെയർ നമുക്ക് കിട്ടണം. എന്താണ് അതിന്റെ പ്രത്യേകത? എ ലെസ് ദാൻ ബി ആവണം. എ ലെസ് ദാൻ ബി ആണ് എന്നുണ്ടെങ്കിൽ ആ എ ലെസ് ദാൻ ബി ആയിട്ടുള്ള ഓർഡേർഡ് പെയർസ് എഴുതാനാണ് നമ്മളോട് പറഞ്ഞത്. നമുക്ക് ഇത് 3 ടൈപ്സ് റിലേഷൻസിന്റെ ഓരോ സ്റ്റേറ്റസ് എന്താന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് റിഫ്ലക്സീവ്. ഗിവൺ റിലേഷൻ റിഫ്ലക്സീവ് ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഏത് പെയർ നിർബന്ധമാണ്? എ, എ എന്നുള്ള ഒരാൾ നിർബന്ധമാണ്. പക്ഷെ ഇവിടെ ഒരിക്കലും എന്താവില്ല? എ, എ എന്നുള്ള ആള് റിലേഷനിൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്താവണം? ആദ്യത്തെ എലമെന്റും നമ്മൾ സെലക്ട് ചെയ്യുന്ന സെറ്റിലുള്ള രണ്ടാമത്തെ എലമെന്റും എന്താവണം? ഈക്വൽ ആവണം അല്ലേ? ഇവിടെ ഈക്വൽ ആയിട്ട് നമുക്ക് കിട്ടുമോ? ഇല്ല, എ ലെസ് ദാൻ ബി ആണ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? എ നോട്ട് ഈക്വൽ ടു എ, ദെർഫോർ എ, എ നോട്ട് ബിലോങ്സ് ടു ആർ ആണ്. റിലേഷൻ ആർ ഈസ് നോട്ട് റിഫ്ലക്സീവ്. ആർ എന്തല്ല? ഒരു റിഫ്ലക്സീവ് റിലേഷൻ അല്ല. ഇനി നമുക്ക് അടുത്തത് അത് സിമ്മട്രിക് ആണോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാം. സിമ്മട്രിക് റിലേഷൻ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. സിമ്മട്രിക്കിന്റെ കണ്ടീഷൻ എന്താ? എ ബി എന്നുള്ള ഒരാള് റിലേഷനിൽ ഉണ്ട് എങ്കിൽ അവിടെ നിർബന്ധമായിട്ടും ആര് വേണം? ബി, എ എന്നുള്ള ഒരാള് നേരെ അത് തിരിച്ചിട്ടുള്ള ആള് റിലേഷനിൽ ഉണ്ടാവണം. അപ്പൊ എ ബി റിലേഷനിൽ ഉണ്ടാവും. കാരണം എന്താ? എ റിലേഷനിൽ ഉണ്ടാവും. കാരണം എ ലെസ് ദാൻ ബി ആയിട്ടുള്ള ഒരു ഓർഡേർഡ് പെയർ എ ബി നമുക്ക് റിലേഷനിൽ പോസിബിൾ ആണ്. 100% പോസിബിൾ ആണ്. ഇനി ബി എ എന്ന് പറയുന്ന ഒരാള് റിലേഷനിൽ ഉണ്ടാവണം. ബി എ എന്നുള്ള ആള് റിലേഷനിൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്താവണം? ബി ലെസ് ദാൻ എ ആവണം. നമ്മൾ ഓൾറെഡി അവിടെ പറഞ്ഞു എ ലെസ് ദാൻ ബി ആണെന്നുള്ളത്. അപ്പോൾ ഈ ബി ലെസ് ദാൻ എ ആണോ? അല്ല. എന്താണ്? ബി ഗ്രേറ്റർ ദാൻ എ ആണ്. അപ്പോൾ ഈ ബി, എ എന്നുള്ള ഒരു ഓർഡേർഡ് പെയർ ഒരിക്കലും ഈ ഒരു റിലേഷനിൽ ഉണ്ടാവാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? റിലേഷൻ ആർ ഈസ് നോട്ട് സിമ്മട്രിക് എന്ന് പറയാം. ആർ എന്തല്ല? ഒരു സിമ്മട്രിക് റിലേഷൻ അല്ല. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഇത് ട്രാൻസിറ്റീവ് റിലേഷൻ ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം.
ട്രാൻസിറ്റീവ് റിലേഷൻ ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, എന്താണ് ട്രാൻസിറ്റീവിന്റെ കണ്ടീഷൻ? എന്താണ്? ട്രാൻസിറ്റീവ് എന്താണ് ട്രാൻസിറ്റീവിന്റെ കണ്ടീഷൻ? എ ബി എന്നുള്ളൊരു ഓർഡേർഡ് പെയർ റിലേഷനിലുണ്ട്. അതുപോലെ തന്നെ ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബി സി എന്നുള്ളൊരു ഓർഡേർഡ് പെയറും റിലേഷനിലുണ്ട്. അങ്ങനെയെങ്കിൽ നിർബന്ധമായിട്ട് അവിടെ ആര് വേണം? എ സി എന്നുള്ളൊരു ഓർഡേർഡ് പെയർ റിലേഷനിൽ ഉണ്ടായിരിക്കണം, അല്ലേ? ഇതല്ല ട്രാൻസിറ്റീവിന്റെ കണ്ടീഷൻ. ഇവിടെ എ ബി എന്നുള്ളൊരു ഓർഡേർഡ് പെയർ പോസിബിൾ ആണ്. എ ബി എന്നുള്ളൊരു ഓർഡേർഡ് പെയർ പോസിബിൾ ആണ്. കാരണം എന്താ? എ ലെസ് ദാൻ ബി ആവുമല്ലോ. ഓക്കെ, നമുക്കൊരു നമ്പർ ഇട്ടിട്ടൊന്ന് പരിശോധിച്ച് നോക്കാം. 1 2 ആണ്. എ എന്നുള്ളത് 1 ആണ്, ബി എന്നുള്ളത് 2 ആണ്. 1 ഷുഡ് ലെസ് ദാൻ എന്താണ്? 2 ആണ്, അല്ലേ? 1 2 ചെറുതാണ്. ഇനി ബി സി എന്നുള്ളൊരു ഓർഡേർഡ് പെയർ ഇവിടെ പോസിബിൾ ആണ്. കാരണം എന്താ? ബി ലെസ് ദാൻ സി ആയിട്ടുള്ളൊരു ഓർഡേർഡ് പെയർ നമുക്ക് വരാലോ. 2 ബി 2 ഓൾറെഡി 2 ആണെന്ന് നമ്മൾ എടുത്തു. സി 3 ആണെന്നുണ്ടെങ്കിൽ 2 എന്താണ്? ലെസ് ദാൻ 3 ആണ്. അങ്ങനെയെങ്കിൽ എ സി എന്നുള്ളൊരു ഓർഡേർഡ് പെയർ നമ്മളെ റിലേഷനിൽ പോസിബിൾ ആണോ? അങ്ങനെ എ സി പോസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ എന്താവണം? എ ലെസ് ദാൻ സി ആവണം, അതായത് 1 ലെസ് ദാൻ 3 ആവണം. അപ്പോൾ അതും എന്താണ്? പോസിബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദെർഫോർ റിലേഷൻ ആർ ഈസ് ട്രാൻസിറ്റീവ് ആണെന്ന് പറയാം. റിലേഷൻ ആർ ഈസ് ട്രാൻസിറ്റീവ് ആണെന്ന് പറയാം. ക്ലിയർ ആണല്ലോ? വീഡിയോ പോസ് ചെയ്യാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. എക്സസൈസ് 1.1 10th ക്വസ്റ്റ്യൻ. ഓക്കെ, അതിൽ സബ് ക്വസ്റ്റ്യൻ 3 ആണ് ഇനി നമുക്ക് സോൾവ് ചെയ്യാനുള്ളത്. എന്താണ് ഇവിടെ? നമുക്കൊരു റിലേഷൻ ജനറേറ്റ് ചെയ്തെടുക്കണം. ആ റിലേഷൻ എന്താവണം? റിഫ്ലക്സീവ് ആവണം, ആൻഡ് സിമെട്രിക്, ഓൾസോ സിമെട്രിക് ആവണം, ബട്ട് നോട്ട് ട്രാൻസിറ്റീവ് ആവാൻ പാടില്ല. ഈ 3 കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു റിലേഷൻ നമുക്ക് എന്ത് ചെയ്യണം? ജനറേറ്റ് ചെയ്തെടുക്കണം. നമുക്ക് നോക്കല്ലേ? ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിൾ എഴുതി. നമുക്കൊരു സെറ്റ് തന്നിട്ടുണ്ട്. എ ഈക്വൽ ടു ഒരു സെറ്റ് എ ഈക്വൽ ടു എലമെന്റ്സ് 1 2 3 ആണ്. 1 2 3 ആണ്. ഇനി ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. ആ റിലേഷനിൽ ആരൊക്കെയുണ്ട്? ഇത് റിഫ്ലക്സീവ് ആവണം, സിമെട്രിക് ആവണം, അല്ലേ? ട്രാൻസിറ്റീവ് ആവാൻ പാടില്ല, റിഫ്ലക്സീവ് ആവണം. ഓക്കെ, 1 1 തന്നിട്ടുണ്ട്, 2 2 ഉണ്ട്, ആൻഡ് 3 3 ഉണ്ട്. ഇനി 1 2 ഉണ്ട്, 2 1 ഉണ്ട്, അതുപോലെ തന്നെ 2 3 ഉണ്ട്, 3 2 ഉണ്ട്. ഓക്കെ, ഇത്രയും ഓർഡേർഡ് പെയേഴ്സ് ആണ് റിലേഷനിലുള്ളത്. ഇനി ഇത് റിഫ്ലക്സീവ് ആണോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് റിഫ്ലക്സീവ് ആണോ അല്ലേ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്താ റിഫ്ലക്സീവിന്റെ കണ്ടീഷൻ? എന്താ? എ കോമ എ എന്തുണ്ടാവണം? റിലേഷനിൽ ഉണ്ടാവണം, അല്ലേ? അപ്പൊ ഈ ഒരു സെറ്റിന്റെ ബേസിൽ ആരൊക്കെ ഉണ്ടാവണം? 1 1 റിലേഷനിലുണ്ട്, അല്ലേ? അതുപോലെ തന്നെ 2 2 റിലേഷനിലുണ്ട്, അതുപോലെ തന്നെ 3 3 എന്തുണ്ട്? റിലേഷനിലുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാ? റിലേഷൻ ആർ ഈസ് റിഫ്ലക്സീവ് ആണ് എന്ന് പറയാം, അല്ലേ? ഗിവൺ റിലേഷൻ എന്താണ്? റിഫ്ലക്സീവ് റിലേഷൻ ആണ് എന്ന് പറയാം. ഇനി ഇത് സിമെട്രിക് ആണോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സിമെട്രിക് എന്താണ്? സിമെട്രിക്കിന്റെ കണ്ടീഷൻ എ ബി എന്ന് പറയുന്ന ഒരാൾ റിലേഷനിലുണ്ട്. അങ്ങനെയെങ്കിൽ അവിടെ ആര് നിർബന്ധമാണ്? തിരിച്ചിട്ട് ബി എ എന്നുള്ള ആള് റിലേഷനിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇവിടെ എ ബിക്ക് 1 2 ഉണ്ട്, അല്ലേ? 1 2 എന്തുണ്ട്? റിലേഷനിലുണ്ട്. ഓൾസോ 2 1 എന്തുണ്ട്? റിലേഷനിലുണ്ട്. ഇനി അതുപോലെ തന്നെ 2 3 റിലേഷനിലുണ്ട്, 2 3 റിലേഷനിലുണ്ട്, ആൻഡ് ഓൾസോ 3 2 എന്തുണ്ട്? റിലേഷനിലുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദെർഫോർ റിലേഷൻ ആർ ഈസ് സിമെട്രിക് ആണെന്ന് പറയാം. ഇനി ഇത് ട്രാൻസിറ്റീവ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ട്രാൻസിറ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? എ കോമ ബി റിലേഷനിലുണ്ട്. ഈ ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആള് വേറൊരു നമ്പറുമായിട്ട് റിലേഷനിൽ ഉണ്ടാവണം. ആൻഡ് അങ്ങനെയെങ്കിൽ ആര് നിർബന്ധമാണ്? എ കോമ സി റിലേഷനിൽ ഉണ്ടായിരിക്കണം, അല്ലേ? നമുക്കിവിടെ 1 2 കൺസിഡർ ചെയ്യാം. 1 2 റിലേഷനിലുണ്ട്. ഓക്കെ, ഇനി 2 സ്റ്റാർട്ട് ചെയ്യണ 2 3 എന്തുണ്ട്?
2 3 2ൽ സ്റ്റാർട്ട് ചെയ്യുന്ന സി എന്നുള്ള എലമെന്റ് 3 ആണ്. 3 എന്തുണ്ട് റിലേഷനിലുണ്ട്. അങ്ങനെയെങ്കിൽ ഇനി ആര് ഇവിടെ നിർബന്ധമാണ്? 1 3 എന്ന ആൾ ഇവിടെ റിലേഷനിൽ ഉണ്ടായിരിക്കണം. പക്ഷെ 1 3 റിലേഷനിൽ ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാ? റിലേഷൻ. ഇനി അടുത്ത എക്സാമ്പിൾ സിമിലർലി അടുത്ത എക്സാമ്പിൾ അതേപോലെ തന്നെ 2 1 ഉണ്ട്. 1ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 3 ആയിട്ടുള്ള എലമെന്റ് വേറെ ഇല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? therefore റിലേഷൻ ആർ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. ആർ എന്തല്ല? ട്രാൻസിറ്റീവ് അല്ല. അപ്പൊ നമുക്ക് എന്താ പ്രൂവ് ചെയ്യാനുള്ളത്? റിഫ്ലക്സീവ് ആണ്, സിമെട്രിക് ആണ്, ബട്ട് നോട്ട് ട്രാൻസിറ്റീവ് എന്നുള്ളത് നമ്മൾ ഈ ഒരു എക്സാമ്പിൾ റിലേഷൻ ബേസ് ചെയ്തിട്ട് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, വീഡിയോ പോസ് ചെയ്യുക, നോട്ട് ചെയ്തെടുക്കുക. എക്സസൈസ് 1.1 10th ക്വസ്റ്റ്യൻ, സബ് ക്വസ്റ്റ്യൻ 4 ആണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? ഒരു റിലേഷൻ ജനറേറ്റ് ചെയ്തെടുക്കണം. റിലേഷൻ ജനറേറ്റ് ചെയ്യാണ്. അതിന്റെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. റിഫ്ലക്സീവ് ആവണം, ട്രാൻസിറ്റീവ് ആവണം, ബട്ട് നോട്ട് സിമെട്രിക്. സിമെട്രിക് ആവാൻ പാടില്ല. റിഫ്ലക്സീവ് ആവണം, ട്രാൻസിറ്റീവ് ആവണം, സിമെട്രിക് അല്ലാത്ത ഒരു റിലേഷൻ ജനറേറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ എ എന്നുള്ളൊരു സെറ്റ് തന്നു. എ എന്നുള്ള സെറ്റിൽ ആരൊക്കെയുണ്ട്? 1 2 3 ഉണ്ട്. ഓക്കെ, ഇതിന്റെ ബേസിൽ ഒരു റിലേഷൻ എഴുതി. റിലേഷൻ അതിൽ ആരൊക്കെയുണ്ട്? സിമെട്രിക്, റിഫ്ലക്സീവ്, ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്. ഓക്കെ, ഇനി 1 2 ഉണ്ട്, 1 2 കഴിഞ്ഞിട്ട് 2 3 ഉണ്ട്. നോട്ട് സിമെട്രിക് എന്ന് പറഞ്ഞല്ലേ? 1 2 2 3 ആൻഡ് 1 3 1 3. ഇത്രയും ഓർഡേർഡ് പെയേഴ്സ് ആണ് ഗിവൺ റിലേഷനിലുള്ളത്. നമുക്ക് ഈ ഓരോന്നും റിഫ്ലക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് റിഫ്ലക്സീവ്. ഇത് റിഫ്ലക്സീവ് ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് റിഫ്ലക്സീവ് എ കോമ എ ബിലോങ്സ് ടു ആർ റിലേഷനിൽ ഉണ്ടാവണം അല്ലേ? ഇവിടെ 1 2 3 ആണ് നമ്മളെ എലമെന്റ് സെറ്റിലുള്ള. അപ്പോൾ ആരൊക്കെ ഉണ്ടാവണം? 1 1 റിലേഷനിലുണ്ട്. ഇതാ ഇവിടെ 1 1 ഉണ്ട്. അതുപോലെ തന്നെ 2 2 റിലേഷനിൽ ഉണ്ടാവണം. 2 2 പ്രസന്റ് ആണ്. 3 3 ഓൾസോ ഇൻ റിലേഷൻ. 3 3യും പ്രസന്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? therefore റിലേഷൻ ആർ ഈസ് റിഫ്ലക്സീവ് ആണ് എന്ന് പറയാം. ആർ എന്താണ്? ഒരു റിഫ്ലക്സീവ് റിലേഷൻ ആണ് എന്ന് പറയാം. ആർ ഈസ് എ റിഫ്ലക്സീവ് റിലേഷൻ. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് നമുക്ക് സിമെട്രിക് ആണോ എന്നുള്ളത് പ്രൂവ് ചെയ്യാം. സിമെട്രിക് ആണോ എന്നുള്ളത് പ്രൂവ് ചെയ്യാം. സിമെട്രിക് എന്താണ്? സിമെട്രിക് ആവണം എന്നുണ്ടെങ്കിൽ അതിന്റെ കണ്ടീഷൻ എന്താ? എ ബി എന്നുള്ള ഒരാൾ ഉണ്ടാവണം അല്ലെ? റിലേഷനിൽ എ ബി ഉണ്ടെങ്കിൽ അവിടെ നിർബന്ധമായിട്ട് ആര് വേണം? ബി എ എന്നുള്ള തിരിച്ചിട്ട ഒരാളും റിലേഷനിൽ ഉണ്ടായിരിക്കണം. ഇവിടെ നമുക്ക് എ ബിക്ക് നമുക്ക് ആരെ കൺസിഡർ ചെയ്യാം? 1 2 കൺസിഡർ ചെയ്യാം. 1 2 റിലേഷനിലുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ റിലേഷനിൽ ആര് വേണം? 2 1 വേണം. പക്ഷെ 2 1 എന്തില്ല? റിലേഷനിലില്ല. ഇനി 2 3 എടുത്തു കഴിഞ്ഞാൽ 3 2 ഇല്ല, 1 3 എടുത്തു കഴിഞ്ഞാൽ 3 1 ഇല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? therefore റിലേഷൻ ആർ ഈസ് നോട്ട് സിമെട്രിക് എന്ന് പറയാം. ആർ എന്തല്ല? ഒരു സിമെട്രിക് റിലേഷൻ അല്ല എന്ന് പറയാം. ക്ലിയർ? ഇനി അടുത്തത് ട്രാൻസിറ്റീവ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ട്രാൻസിറ്റീവ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ട്രാൻസിറ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ അതിൽ എ ബി റിലേഷനിലുണ്ട്. അതുപോലെ തന്നെ ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സി ആയിട്ടുള്ള എലമെന്റ് ഉള്ള ഒരു ഓർഡേർഡ് പെയറും റിലേഷനിലുണ്ട്. അങ്ങനെയെങ്കിൽ ആര് നിർബന്ധമാണ്? എ സി റിലേഷനിൽ നിർബന്ധമാണ്. ഈ മൂന്നാളുകൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഗിവൺ റിലേഷൻ ട്രാൻസിറ്റീവ് ആണെന്ന് പറയാം. ഇവിടെ എ ബിക്ക് നമുക്ക് 1 2 റിലേഷനിലുണ്ട് അല്ലേ? 1 2 റിലേഷനിലുണ്ട്. 2ൽ സ്റ്റാർട്ട് ചെയ്യുന്ന സി ആയിട്ടുള്ള എലമെന്റ് 3 2 3 എന്തുണ്ട്? റിലേഷനിലുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ ആര് പോസിബിൾ ആവണം? 1 3 പോസിബിൾ ആവണം അല്ലെ? 1 3 റിലേഷനിൽ ഉണ്ടായിരിക്കും. ഇനി വേറെ ഏതെങ്കിലും കമ്പയർ ചെയ്യാനുണ്ടോ? ഇല്ല. ഇവിടെ 1 2 കിട്ടി, 2 3 കിട്ടി, 1 3 കിട്ടി. അപ്പൊ നമുക്ക് എന്ത് പറയാം? therefore given relation R is transitive എന്ന് കിട്ടി. നമുക്ക് അത് തന്നെയാണ് പ്രൂവ് ചെയ്യാനുള്ളത് അല്ലേ? റിഫ്ലക്സീവ് ആവണം, ട്രാൻസിറ്റീവ് ആവണം, അത് രണ്ടും പ്രൂവ് ചെയ്തു. ആൻഡ് നോട്ട് സിമെട്രിക് ആണ് എന്നുള്ളതും നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ പോസ് ചെയ്യുക, നോട്ട് ചെയ്തു. എക്സസൈസ് 1.1 10th ക്വസ്റ്റ്യൻ, സബ് ക്വസ്റ്റ്യൻ 5 ആണ്. നമുക്കിവിടെ റിലേഷൻ ജനറേറ്റ് ചെയ്തെടുക്കണം. അതിന്റെ കണ്ടീഷൻ തന്നിട്ടുണ്ട്. നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന റിലേഷൻ സിമെട്രിക്കും ട്രാൻസിറ്റീവ് ആവണം. സിമെട്രിക്കും ട്രാൻസിറ്റീവ് ആവണം, പക്ഷെ എന്താവാൻ പാടില്ല? റിഫ്ലക്സീവ് ആവാൻ പാടില്ല. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. എ എന്നുള്ളൊരു സെറ്റ് തന്നിട്ടുണ്ട്. അതിൽ 1 2 3 എന്നുള്ള 3 എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, ഇനി ഗിവൺ എ റിലേഷൻ തന്നിട്ടുണ്ട്.
ഓർഡേർഡ് പേയേഴ്സ് ആരൊക്കെയുണ്ട്? 1 2 ഉണ്ട്, 2 1 ഉണ്ട്. അതുപോലെ തന്നെ 1 3 ഉണ്ട്, 3 1 ഉണ്ട്. ഓക്കെ, ആൻഡ് 2 3 ഉണ്ട്, 3 2 ഉണ്ട്. ഇതാണ് തന്നിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിൽ റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് ഈ 3 റിലേഷൻസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഫസ്റ്റ് വൺ റിഫ്ലക്സീവ്. നമ്മളെ ഗിവൺ റിലേഷൻ റിഫ്ലക്സീവ് ആവണം എന്നുണ്ടെങ്കിൽ അവിടെ ആര് വേണം? എ കോമ എ ബിലോങ്സ് ടു ആർ. നമുക്ക് തന്ന സെറ്റിൽ എലമെന്റ്സ് ആരൊക്കെയാണ്? 1 2 3 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ റിഫ്ലക്സീവ് ആവണം എന്നുണ്ടെങ്കിൽ 1 1 എന്നുള്ള ഒരാൾ പ്രസന്റ് ആവണം. പ്രസന്റ് ആണോ? അല്ല. 2 2 എന്നുള്ള ഒരാൾ പ്രസന്റ് ആവണം. പ്രസന്റ് ആണോ? അല്ല. ഓൾസോ 3 3 പ്രസന്റ് ആണോ? 3 3യും പ്രസന്റ് അല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? റിലേഷൻ ആർ ഈസ് നോട്ട് റിഫ്ലക്സീവ് എന്ന് പറയാം. റിലേഷൻ ആർ എന്തല്ല? റിഫ്ലക്സീവ് റിലേഷൻ അല്ല. ഇനി സെക്കൻഡ് വൺ സിമെട്രിക് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളെ റിലേഷൻ സിമെട്രിക് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. സിമെട്രിക് ആവണം എന്നുണ്ടെങ്കിൽ എ ബി എന്നുള്ളൊരു ഓർഡേർഡ് പെയർ നമ്മളെ റിലേഷനിൽ ഉണ്ടെങ്കിൽ അവിടെ നിർബന്ധമായിട്ടും ആര് വേണം? പി എ എന്നുള്ളൊരു പെയർ റിലേഷനിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇവിടെ എ ബിക്ക് നമുക്ക് 1 2 ഉണ്ട് അല്ലേ? 1 2 റിലേഷനിലുണ്ട്. അപ്പോൾ അവിടെ ആരുണ്ടാവണം? 2 1 റിലേഷനിലുണ്ടോ? 2 1 റിലേഷനിലുണ്ട്. അവിടെ 1 2 റിലേഷനിലുണ്ട്, 2 1 ഉണ്ട്. ഇനി അവിടെ നമുക്കൊരു 1 3 കാണാം അല്ലേ? 1 3 റിലേഷനിലുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ആരുണ്ടാവണം? 3 1 എന്നുള്ള ഒരാളും റിലേഷനിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്കിവിടെ 1 3 ഉണ്ട്, 3 1 ഉണ്ട്. ഇനി 2 3 റിലേഷനിൽ കാണുന്നുണ്ട് അല്ലേ? 2 3 റിലേഷനിൽ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ ആരുണ്ടാവണം? 3 2 എന്നുള്ള ഒരാളും റിലേഷനിൽ ഉണ്ടായിരിക്കണം. 2 3 ഉണ്ട്, ആരുണ്ട്? 3 2 എന്നുള്ള ആളും റിലേഷനിലുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? therefore റിലേഷൻ ആർ ഈസ് സിമെട്രിക് ആണ് എന്ന് പറയാം. ആർ എന്താണ്? ഒരു സിമെട്രിക് റിലേഷൻ ആണ് എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമതായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് ട്രാൻസിറ്റീവ് ആണ്. ട്രാൻസിറ്റീവ് ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ട്രാൻസിറ്റീവ് എന്താണ്? ട്രാൻസിറ്റീവിന്റെ കണ്ടീഷൻ എന്താണ്? ട്രാൻസിറ്റീവിന്റെ കണ്ടീഷൻ എ ബി എന്നുള്ള ഒരാള് നമ്മളെ റിലേഷനിലുണ്ട്. എ ബി എന്നുള്ള ഒരാള് റിലേഷനിലുണ്ട്. ബി മൂന്നാമതായിട്ടുള്ള ഒരു എലമെന്റ് ആയിട്ടും റിലേഷനിലുണ്ട്, ബി സി. അങ്ങനെയെങ്കിൽ അവിടെ ആര് വേണം? എ സി എന്ന ആള് പ്രസന്റ് ആയിരിക്കണം റിലേഷനിൽ. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 1 2 ഉണ്ട്. 1 2 എന്നുള്ള ആൾ ഇവിടെ റിലേഷനിലുണ്ട് അല്ലേ? 2ല് സ്റ്റാർട്ട് ചെയ്യുന്ന 2 3 ഇവിടെ റിലേഷനിലുണ്ട്. 2 3 3 സി ആയിട്ടുള്ള അല്ലെങ്കിൽ 3 ആയിട്ടുള്ള ആള് റിലേഷനിലുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ ആര് നിർബന്ധമാണ്? 1 3 എന്നുള്ള ആള് റിലേഷനിൽ ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമാണ്. ഇനി അതുപോലെ തന്നെ 2 1 എന്നുള്ള ആള് റിലേഷനിലുണ്ട്. 2 1 എന്നുള്ള ആള് റിലേഷനിലുണ്ട്. ഈ 1 മൂന്നാമതായിട്ടുള്ള ഒരു എലമെന്റ് കമ്പൈൻ ചെയ്യുന്ന 1 3 റിലേഷനിലുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാ? 2 3 എന്നുള്ള ആള് റിലേഷനിൽ ഉണ്ടായിരിക്കണം. 2 3 റിലേഷനിലുണ്ടോ? 2 3 ഓൾസോ റിലേഷനിലുണ്ട് അല്ലേ? ഇനി നമുക്ക് ഏതാ ചെക്ക് ചെയ്യാനുള്ളത്? 2 3നെ കൺസിഡർ ചെയ്യാം. 2 3 എന്നുള്ള ആള് റിലേഷനിലുണ്ട്. ഇനി 3ല് സ്റ്റാർട്ട് ചെയ്യുന്ന 3 2 എന്തുണ്ട്? 3 2 നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. 3 1 അല്ലേ? 3 1 റിലേഷനിലുണ്ട്. എവിടെ? 3 1 റിലേഷനിലുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് വേണം? 2 1 എന്നുള്ള ഒരാൾ റിലേഷനിൽ ഉണ്ടായിരിക്കണം. 2 1 എവിടെ ഉണ്ട്? റിലേഷനിലുണ്ട്. അപ്പോൾ therefore റിലേഷൻ ആർ ഈസ് ട്രാൻസിറ്റീവ് എന്ന് പറയാം. റിലേഷൻ എന്താണ്? ട്രാൻസിറ്റീവ് ആണ്. നമുക്ക് എന്താ പ്രൂവ് ചെയ്യാനുള്ളത്? ഇത് റിഫ്ലക്സീവ് ആവാൻ പാടില്ല, സിമെട്രിക് ആവണം, ട്രാൻസിറ്റീവ് ആവണം. അത് നമ്മളിവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. വിച്ച് ഈസ് റിലേഷൻ, ഗിവൺ റിലേഷൻ ഈസ് സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ് ബട്ട് നോട്ട് റിഫ്ലക്സീവ്. ക്ലിയർ അല്ലേ? വേഗം നോട്ട് ചെയ്തെടുക്കുക. വീഡിയോ പോസ് ചെയ്യാം. എക്സസൈസ് 1.1 11th ക്വസ്റ്റ്യൻ. എന്താണ് ക്വസ്റ്റ്യൻ? ഷോ ദാറ്റ് ദി റിലേഷൻ ആർ ഇൻ ദി സെറ്റ് എ ഓഫ് ഓൾ പോയിന്റ്സ്. എന്താണ് സെറ്റ് എ തന്നിട്ടുള്ളത്? ഓഫ് പോയിന്റ്സ് ഇൻ എ പ്ലെയിൻ ഗിവൺ ബൈ. ഒരു പ്ലെയിനിലുള്ള ഒരുപാട് പോയിന്റ്സ് ആണ്. ഒരു പ്ലെയിനിലുള്ള ഒരു 2D പ്ലെയിനിലുള്ള ഒരുപാട് പോയിന്റ്സിന്റെ സെറ്റ് ആണ്. ഓക്കെ, അത് കണക്ട് ചെയ്തുകൊണ്ട് റിലേഷൻ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എന്താ റിലേഷൻ? പി ക്യു എന്നുള്ള ഒരു ഓർഡേർഡ് പെയർ സച്ച് ദാറ്റ് ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് പി ഫ്രം ദി ഒറിജിൻ ഈ സെയിം ആസ് ദി ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് ക്യൂ ഫ്രം ദി ഒറിജിൻ.
അപ്പോൾ ഈ പ്ലെയിനിലുള്ള രണ്ട് പോയിന്റ് എടുത്തു. ഒരു പോയിന്റ് പി ആണ്, ഒരു പോയിന്റ് ക്യൂ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളെ റിലേഷനിൽ പറഞ്ഞിട്ട് കണ്ടീഷൻ എന്താ തന്നിട്ടുള്ളത്? പിയിൽ നിന്നും ക്യൂയിൽ നിന്നും ഓയിലേക്ക്, അതായത് ഒറിജിനിലേക്ക് എന്താണ് സെയിം ഡിസ്റ്റൻസ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മളൊരു പ്ലെയിനിൽ ഒരുപാട് നമ്പർ ഓഫ് പോയിന്റ്സ്, ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒറിജിൻ വരുന്നത്. ഒറിജിൻ എന്താ 0,0. ഓക്കെ, ഇവിടെ പി എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്, ഇവിടെ ക്യൂ എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. ഇത് പോയിന്റ് പി ആണ്, ഇത് പോയിന്റ് ക്യൂ ആണ്. പിയിൽ നിന്ന് ഒറിജിനിലേക്ക് ഉള്ള ഡിസ്റ്റൻസും ക്യൂവിൽ നിന്ന് ഒറിജിനിലേക്കുള്ള ഡിസ്റ്റൻസും ആണ് സെയിം ആണ്, ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇവിടെ റിലേഷൻ എന്താ? നമുക്ക് റിലേഷനെ ഒന്നും കൂടി ഒന്ന് അടിപൊളിയാക്കി എഴുതി കഴിഞ്ഞാൽ പി ക്യൂ എന്നുള്ള ഒരു ഓർഡേഡ് പെയർ കിട്ടണം അല്ലെ? പി ക്യൂ എന്നുള്ള ഓർഡേഡ് പെയർ കിട്ടണം സച്ച് ദാറ്റ് ഒ പി ഈക്വൽ ടു ഒ ക്യൂ എന്ന് എഴുതി കൂടെ? ഒ പി ഈക്വൽ ടു ഒ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഒ എന്ന് പറഞ്ഞാൽ ഒറിജിൻ ആണ്. ഒറിജിനിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസും ഒറിജിനിൽ നിന്ന് ക്യൂയിലേക്കുള്ള ഡിസ്റ്റൻസും എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ ഇങ്ങനെ ഈക്വൽ ആയിട്ട് വരുന്ന വേറെയും ഒരുപാട് പോയിന്റ്സ് ഉണ്ടാവും അല്ലെ? അപ്പൊ ഈ ഒരു റിലേഷൻ ഈക്വലൻസ് റിലേഷൻ ആണ് എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യണം. ഈക്വലൻസ് റിലേഷൻ ആണ് എന്നുള്ളത് നമുക്ക് ആദ്യം പ്രൂവ് ചെയ്യണം. ആദ്യം നമുക്ക് നോക്കാം ഇത് റിഫ്ലക്സീവ് ആണോ നോക്കുക. എന്താണ് റിഫ്ലക്സീവിന്റെ കണ്ടീഷൻ? എന്താണ് റിഫ്ലക്സീവ് ആവണം എന്നുണ്ടെങ്കിൽ എ കോമ എ ബിലോങ്സ് ടു ആർ. എ കോമ എ എന്നുള്ള ആള് റിലേഷനിൽ ഉണ്ടാവണം അല്ലെ? നമുക്കിവിടെ റിലേഷൻ എന്താ തന്നുള്ളത്? റിലേഷൻ എന്താണ്? ഫ്രം എ ടു എ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ എ എന്നുള്ള സെറ്റിൽ നിന്ന് ഒരു പി എന്നുള്ളൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത സെറ്റിലും ആരുണ്ടാവും? പി എന്നുള്ള പോയിന്റ് ഉണ്ടാവും അല്ലെ? ഈ രണ്ട് പിയും സെയിം ആണ്, രണ്ടിലേക്കുള്ള ഡിസ്റ്റൻസും എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാ? അത് റിഫ്ലക്സീവ് റിലേഷൻ ആണ് എന്ന് പറയാം. ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും. ഇനി ക്യൂ എന്നുള്ള പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ഫസ്റ്റ് ക്യൂ എടുത്തു, രണ്ടാമത് ക്യൂ എടുത്തു, ഒറിജിനിൽ ക്യൂയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണ്? രണ്ട് പോയിന്റിലും സെയിം ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? റിലേഷൻ റിഫ്ലക്സീവ് ആണ് എന്ന് പറയാം. അപ്പൊ നമുക്ക് ഇവിടെ എഴുതി വെക്കാം എന്ത്? ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് പി, ഡിസ്റ്റൻസ് ഓഫ് പോയിന്റ് പി ഫ്രം origin equal to distance of point P from origin. രണ്ട് പോയിന്റ് എന്ത് തന്നെയാണ്? പി എൻ അല്ലേ? രണ്ട് സെറ്റിൽ പി എന്നുള്ള പോയിന്റ്സ് ആണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്ത്. ഓക്കെ, ഒറിജിൻ രണ്ട് ഡിസ്റ്റൻസ് സെയിം ആണ്. അപ്പോൾ ഒ പി ഈക്വൽ ആണ് ഒ പി. ദെർഫോർ റിലേഷൻ എന്താണ്? നമുക്ക് എന്ത് പറയാം? റിലേഷൻ ആർ ഈസ് എന്താണ്? റിഫ്ലക്സീവ് ആണ്. റിലേഷൻ എന്താണ്? റിഫ്ലക്സീവ് റിലേഷൻ ആണ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് അടുത്തത് ഇത് സിമെട്രിക് ആണോ എന്നുള്ളത് പ്രൂവ് ചെയ്യാം. ഇത് സിമെട്രിക് ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യാം. ഇത് സിമെട്രിക് റിലേഷൻ ആണോ എന്നുള്ളത് പ്രൂവ് ചെയ്യാം. എന്താണ് സിമെട്രിക്കിന്റെ കണ്ടീഷൻ? എന്താ? എ ബി എന്നുള്ളൊരു പോയിന്റ് ഇവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള പോയിന്റ് അത് റിലേഷനിലുണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ ബി എ എന്നുള്ള പോയിന്റ് റിലേഷനിൽ ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? ഞാനിവിടെ ഒരു പോയിന്റ് ഒ പി എന്നുള്ളൊരു പോയിന്റ് എടുത്തു അല്ലെ? ഒ പി എന്നുള്ളൊരു പോയിന്റ് എന്താണ്? റിലേഷനിലുണ്ട് അല്ലെ? ഫോർ എക്സാമ്പിൾ അതിന് മുന്നേ നമ്മൾ ഒരു ഓർഡേഡ് പെയർ നമുക്ക് കൺസിഡർ ചെയ്യാം. ഒരു ഓർഡേഡ് പെയർ കൺസിഡർ ചെയ്യാം. അതായത് പി ക്യൂ എന്നുള്ള ഒരു ഓർഡേഡ് പെയറിനെ ഞാൻ കൺസിഡർ ചെയ്തു. അത് എന്തുണ്ട്? റിലേഷനിലുണ്ട്. അതിന് മീനിങ് എന്താ? ഒ പി ഈക്വൽ ആണ് ഒ ക്യൂ. പിയിൽ നിന്ന് ഒറിജിനിലേക്കുള്ള ഡിസ്റ്റൻസും ക്യൂവിൽ നിന്ന് ഒറിജിനിലേക്കുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് നേരെ തിരിച്ചു പറഞ്ഞൂടെ? ക്യൂവിൽ നിന്ന് ഒറിജിനിലേക്കുള്ള ഡിസ്റ്റൻസും പിയിൽ നിന്ന് ഒറിജിനിലേക്കുള്ള ഡിസ്റ്റൻസും ഈക്വൽ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാ? വിച്ച് ഈസ് ഇംപ്ലൈസ് ക്യൂ കോമ പി ബിലോങ്സ് ടു ആർ ആണെന്ന് പറയാം. അപ്പൊ therefore റിലേഷൻ എന്താണ്? റിലേഷൻ സിമെട്രിക് ആണ്. ഓക്കെ, റിലേഷൻ സിമെട്രിക് ആണ്. ഇനി നമുക്ക് ഇത് മൂന്നാമത്തെ ടൈപ്പ് റിലേഷൻ ട്രാൻസിറ്റീവ് ആണോ എന്നുള്ളതും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. റിലേഷൻ ട്രാൻസിറ്റീവ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, ട്രാൻസിറ്റീവ് റിലേഷൻ എന്താണ്? ട്രാൻസിറ്റീവിന്റെ കണ്ടീഷൻ എന്താണ്? എ കോമ ബി എന്നുള്ള ആള് റിലേഷനിലുണ്ട്. അതുപോലെ തന്നെ ബിയും വേറൊരു എലമെന്റ് സിയും ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് റിലേഷനിലുണ്ട് എങ്കിൽ എയും സിയും എന്തുണ്ടായിരിക്കണം? റിലേഷനിൽ ഉണ്ടാവണം. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പറയാം? വിച്ച് ഈസ് ട്രാൻസിറ്റീവ് റിലേഷൻ ആണെന്ന് പറയാം. ഞാനിവിടെ പി ക്യൂ എന്നുള്ള ഒരു സെറ്റിനെ റിലേഷനിൽ കണ്ടു. കാണാനുള്ള കാരണം എന്താ? ഒ പി ഈക്വൽ ആണ് ഒ ക്യൂ. അതായത്
ഒറിജിനിലേക്ക് പിയിൽ നിന്നുള്ള ഡിസ്റ്റൻസും ക്യൂയിൽ നിന്നുള്ള ഡിസ്റ്റൻസും എന്താണ് ഈക്വൽ ആണ്. അതുപോലെ തന്നെ ഞാൻ ക്യൂ എം എന്നുള്ള ഒരു പെയറിനെ ഞാൻ റിലേഷനിൽ കണ്ടു. അതിനുള്ള കാരണം എന്താ, ഓയിൽ നിന്ന് ക്യൂയിലേക്കുള്ള ഡിസ്റ്റൻസും ഓയിൽ നിന്ന് എമ്മിലേക്കുള്ള ഡിസ്റ്റൻസും എന്താണ് ഈക്വൽ ആണ് അല്ലേ. അങ്ങനെയെങ്കിൽ ഈ ഓയിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസും ഓയിൽ നിന്നുള്ള എമ്മിലേക്കുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആവില്ലേ, ഒക്കെ സെയിം ഡിസ്റ്റൻസ് തന്നെയല്ലേ വരിക. അപ്പൊ നമുക്ക് എന്ത് പറയാ, ക്യൂ എം എന്നുള്ളത് പി എം എന്നുള്ളത് എന്താണ് റിലേഷനിലുള്ള ആളാണ് എന്നുള്ളത് പറയാം. ഓക്കെ, therefore റിലേഷൻ എന്താണ്, റിലേഷൻ ഈസ് ട്രാൻസിറ്റീവ്. ഇതെന്താണ്, ഒരു ട്രാൻസിറ്റീവ് റിലേഷൻ ആണ്. ക്ലിയർ ആണോ? therefore നമുക്ക് എന്ത് പറയാ, the given relation is reflexive relation. given relation R is reflexive അല്ല, equivalence relation. equivalence relation. given relation എന്താണ്, ഒരു ഈക്വലൻസ് റിലേഷൻ ആണ്. ഓക്കെ, ഇനി ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് അതിൽ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുണ്ട്. വീഡിയോ പോസ് ചെയ്തിട്ട് നോട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്കൊരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുണ്ട്. ഈസ് ആൻ ഈക്വലൻസ് റിലേഷൻ ഫർദർ ഷോ ദാറ്റ് ദി സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് റിലേറ്റഡ് ടു പോയിന്റ് പി നോട്ട് ഈക്വൽ ടു 0. ഒറിജിൻ അല്ലാത്ത മറ്റു ഒരുപാട് പോയിന്റുകൾ ഉണ്ടാവുമല്ലോ. ഓക്കെ, ഈസ് ദി സർക്കിൾ പാസിംഗ് ത്രൂ ദി പോയിന്റ് പി. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ ഒരു ഫോർമേഷൻ വരുന്നതെന്ന് നോക്കാം. അതായത് ഇതേ റിലേഷൻ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് എന്താണ് നമ്മളെ റിലേഷൻ, എന്താണ് ആർ സച്ച് ദാറ്റ് റിലേഷൻ പി ക്യു അല്ലേ, പി ക്യു ഒ പി ഈക്വൽ ആണ് ഒ ക്യു അല്ലേ. ഇതാണ് നമ്മളെ റിലേഷൻ നമുക്ക് തന്നിട്ടുള്ളത്. ഇനി ഞാൻ നേരത്തെ ഒരു ഫിഗർ വരച്ചു. ഇതാണ് ഒറിജിൻ ഒ എന്നുള്ളത്. ഓക്കെ, ഇനി ഈ ഒരു ഒറിജിനെ ബേസ് ചെയ്തുകൊണ്ട് ഞാനൊരു സർക്കിൾ വരച്ചു. ഓക്കെ, സർക്കിൾ വരച്ചു. എന്താണ് ഈ സർക്കിളിന്റെ പ്രത്യേകത, എന്താണ്, ഈ സർക്കിളിലാണ് നമ്മൾ പ്രൂവ് ചെയ്ത പിയും അതുപോലെ തന്നെ ക്യൂ ഉള്ളത്. ഈ ഓയിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസും ഓയിൽ നിന്നുള്ള ക്യൂയിലേക്കുള്ള ഡിസ്റ്റൻസും എന്താണ് ഈക്വൽ ആണ്. കാരണം രണ്ടും റേഡിയസ് ഓഫ് ദി സർക്കിൾ ആണ്. അപ്പൊ സർക്കിൾ വരച്ചപ്പോൾ രണ്ടും റേഡിയസ് ആയി. ഓക്കെ, ഇനി ഞാൻ വേറൊരു പോയിന്റ് സെലക്ട് ചെയ്തു. ആ പോയിന്റിനാണ് ഞാൻ എം എന്നുള്ള പേര് കൊടുത്തു. ഓക്കെ, അങ്ങനെ ഈ ഒരു പോയിന്റ് സെലക്ട് ചെയ്ത് എം എന്നുള്ളത് എന്താണ്, ഈ ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ഈ സർക്കിളിലുള്ള എനി പോയിന്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റിലേറ്റഡ് വിത്ത് ഈച്ച് അതർ ആണോ, ഇതുമായിട്ട് റിലേഷനിലാണോ എന്നുള്ളതാണ് നമ്മളോട് രണ്ടാമതായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ. ഓക്കെ, അത് ഉറപ്പാണ് അല്ലേ. ഈ എം എന്ന് പറഞ്ഞാൽ ഓയിൽ നിന്ന് എമ്മിലേക്കുള്ള ഡിസ്റ്റൻസും ഓയിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസും എന്താണ് ഈക്വൽ ആണ്. ഇനി ഞാനിവിടെ ഒരു എൻ എന്നുള്ളൊരു പോയിന്റ് എടുത്തു. ഓയിൽ നിന്ന് എന്നിലേക്കുള്ള ഡിസ്റ്റൻസും ഓയിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസും ഒക്കെ ഈക്വൽ ആണ് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഏതൊരു പോയിന്റ് സർക്കിളിൽ ഏതൊരു പോയിന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും അത് എന്താണ്, ആ എല്ലാ പോയിന്റ്സും റിലേറ്റഡ് ടു ഈച്ച് അതർ ആണ് എന്നുള്ളത് പറയാം. ഓക്കെ, അതാണ് നമ്മളോട് രണ്ടാമത് ചോദിച്ച സബ് ക്വസ്റ്റ്യൻ. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഹിയർ ഒ എം ഈക്വൽ ആണ് ഒ പി ഈക്വൽ ആണ് ഒ ക്യു എന്നുള്ളത് അല്ലെ. അതുപോലെ തന്നെ ഒ എൻ ഈക്വൽ ആണ് ഒ പി ഈക്വൽ ആണ് ഒ ക്യു എന്നുള്ളത് ഈക്വൽ ആണ്. ഓക്കെ, അപ്പോ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഏതൊരു പോയിന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും അതർ പോയിന്റ്സ് ഫ്രം ദി സർക്കിൾ ഹാവ് സെയിം ഡിസ്റ്റൻസ് from origin as OP hence നമുക്ക് എന്ത് പറയാം, all points
that all are that are related to each other. ഓക്കെ, ഒക്കെ എന്താണ് റിലേഷനിലാണ് എന്നുള്ളത് നമുക്ക് പറയാം. ക്ലിയർ ആണല്ലോ? വീഡിയോ പോസ് ചെയ്യുക, നോട്ട് ചെയ്ത്. എക്സൈസ് 1.1 12th ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് ദി റിലേഷൻ, നമുക്കിവിടെ ഒരു റിലേഷൻ തന്നിട്ടുണ്ട് ഓഫ് സെറ്റ് എ. സെറ്റ് എ എന്താ? എ ഓഫ് ഓൾ ട്രയാങ്കിൾസ് ആണ്. ഓൾ ട്രയാങ്കിൾസിന്റെ സെറ്റ്. റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്, ഇക്വിലാറ്ററൽ ഉണ്ട്, എല്ലാ ട്രയാങ്കിൾസും ഉണ്ട്. എല്ലാ ആംഗിളിലുള്ള പേരുള്ളതും പേരില്ലാത്തതുമായിട്ട് എല്ലാ ട്രയാങ്കിൾസും ഉണ്ട്. അതിന്റെ സെറ്റാണ്. അതിന്റെ സെറ്റിൽ നിന്ന് നമുക്കിവിടെ ഒരു റിലേഷൻ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ്? T1, T2. T1 ഈസ് സിമിലർ ടു T2 അല്ലേ? T1 എന്താണ്? T2ന് സിമിലർ ആണ്. അപ്പോൾ അതിന്റെ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ ഈക്വൽ ആവും അല്ലേ? അതാണ് സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ള ട്രയാങ്കിൾസ് ആണ് നമ്മൾ T1, T2. അത് ഇങ്ങനെ ഈ ഒരു റിലേഷൻ ഈക്വലൻസ് റിലേഷൻ ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത്. പിന്നെ അതിന്റെ മറ്റൊരു സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യുക? ഇത് ഈക്വലൻസ് റിലേഷൻ ആണ് എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് റിഫ്ലക്സീവ് ആണോ എന്നുള്ളത് നോക്കാം. റിഫ്ലക്സീവ് ആവണം എന്നുള്ളത് നോക്കുക. റിഫ്ലക്സീവ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? എ കോമ എ ബിലോങ്സ് ടു ആർ ആയിരിക്കും അല്ലേ? ഇപ്പം ഞാൻ ഫസ്റ്റ് ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. ഓക്കെ, ഫസ്റ്റ് ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. T1 രണ്ടാമത്തെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. T1 എവിടുന്ന്? T1 നമ്മളെ റിലേഷൻ എന്താണ്? ഫ്രം സെറ്റ് എ ടു എ ആണ്. അപ്പോൾ ഇവിടുന്ന് ഞാൻ T1 എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്നും ഇവിടെ എന്തുണ്ടാവും? അതേ T1 എന്നുള്ള ട്രയാങ്കിൾ ഉണ്ടാവും. ക്ലിയർ ആണല്ലോ? അപ്പോൾ T1 ഈ T1, T1 എന്നുള്ളത് സിമിലർ ആണോ? എക്സാക്ട് സിമിലർ അല്ലേ? T1ന് എന്താണ്? സിമിലർ ആയിട്ടുള്ള ട്രയാങ്കിൾ തന്നെയാണ് അതേ ട്രയാങ്കിൾ വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? T1, T1 റിലേഷനിലുണ്ട്. ദെർഫോർ ആർ എന്താണ്? ആർ ഈസ് റിഫ്ലക്സീവ് ആണെന്ന് പറയാം. ആർ എന്താണ്? റിലേഷൻ ഈസ് റിഫ്ലക്സീവ് ആണെന്ന് പറയാം. ഓക്കെ, ഇനി ഇത് സിമെട്രിക് ആണോ എന്നുള്ളത് നോക്കാം. സിമെട്രിക് ട്രയാങ്കിൾ ആണോ എന്നുള്ളത് നോക്കാം. ഓക്കെ, സിമെട്രിക് ആണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഫസ്റ്റ് എന്ത് കൺസിഡർ രണ്ട് പോയിന്റ് എ ബി എന്തുണ്ടാവണം? ബിലോങ്സ് ടു റിലേഷനിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ ബി സി എന്തുണ്ടാവണം? റിലേഷനിലുണ്ടെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം? സിമെട്രിക് ആണെന്ന് പറയാം. ഞാനിവിടെ T1, T2 എന്നുള്ളത് റിലേഷനിൽ കണ്ടു. അതായത് രണ്ട് ട്രയാങ്കിൾ ഉണ്ട്, T1 ഉം T2. ഡിഫറെൻറ്റ് ട്രയാങ്കിൾ ആണ്, പക്ഷെ ഇവിടെ റിലേഷനിൽ കാണാനുള്ള കാരണം എന്താ? രണ്ടും സിമിലർ ട്രയാങ്കിൾസ് ആണ്. അങ്ങനെയെങ്കിൽ നമുക്കതിനെ തിരിച്ചു പറഞ്ഞൂടെ? T2 ഉം T1 ഉം എന്താണ്? സിമിലർ ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞൂടെ? അപ്പോൾ അത് എന്തുണ്ടാവും? റിലേഷനിലുണ്ടാവും. ദെർഫോർ റിലേഷൻ എന്താണ്? റിലേഷൻ ആർ ഈസ് സിമെട്രിക്. റിലേഷൻ ആർ എന്താണ്? റിലേഷൻ സിമെട്രിക് ആണ്. ഇനി നമുക്ക് ഇത് എന്താണ്? ട്രാൻസിറ്റീവ് ആണോ എന്നുള്ളത് പ്രൂവ് ചെയ്യാം. ട്രാൻസിറ്റീവ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ട്രാൻസിറ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ എ ബി റിലേഷനിൽ ഉണ്ടാവണം അല്ലേ? അതുപോലെ തന്നെ ബിയും സിയും റിലേഷനിൽ ഉണ്ടാവണം. അങ്ങനെയെങ്കിൽ എ സി എന്തുണ്ടാവണം? റിലേഷനിൽ ഉണ്ടാവണം. ഞാൻ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് T1 ഉം T2 ആണ്. അത് റിലേഷനിൽ കണ്ടു. കാരണം എന്താ? സിമിലർ ട്രയാങ്കിൾ ആണ്. ഇനി അങ്ങനെയെങ്കിൽ T2 ഉം T3 ആണ് ഞാൻ അടുത്ത് റിലേഷനിൽ കണ്ടത്. കാരണം എന്താ? T2, T3 സിമിലർ ട്രയാങ്കിൾ ആണ്, റേഷ്യോസ് ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ T1 ഉം T3 ഉം ആബ്സല്യൂട്ട്ലി എന്താവും? റിലേഷനിൽ ഉണ്ടാവില്ലേ? കാരണം എന്താ? T1, T2നായിട്ട് T3 സിമിലർ ആണ്, T2നായിട്ട് T1 എന്താണ്? സിമിലർ ട്രയാങ്കിൾ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? T1, T3 എന്താണ്? സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറയാം. Therefore ഈ റിലേഷനും എന്താണ്? ട്രാൻസിറ്റീവ് ആണ്. ഓക്കെ, ഇത് മൂന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. റിഫ്ലക്സീവ് ആണ് ഗിവൺ റിലേഷൻ, ആൻഡ് സിമ്മട്രിക് ആണ്, അതുപോലെ തന്നെ ട്രാൻസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ഇതിനെന്ത് പറയാം? ഈക്വലൻസ് റിലേഷൻ എന്ന് വിളിക്കാം. ഈക്വലൻസ് റിലേഷൻ എന്ന് വിളിക്കാം. എന്താണ്? ഈക്വലൻസ് റിലേഷൻ എന്ന് വിളിക്കാം. ഇനി നമുക്ക് ഇവിടെ ഒരു സബ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണ് സബ് ക്വസ്റ്റ്യൻ? കൺസിഡർ 3 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ.
ഞാൻ 3 റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ ഇവിടെ കൺസിഡർ ചെയ്യാൻ പോകണം. 3 റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യാൻ പോകണം. ഓക്കെ, അവിടെ ആരൊക്കെയുണ്ട്? T1 ഉണ്ട്, T2 ഉണ്ട് ആൻഡ് T3 ഉണ്ട്. ഓക്കെ, 3 റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനുണ്ട്. T1ന്റെ സൈഡ് തന്നിട്ടുണ്ട് 3, 4, 5 ആണ്. T2ന്റെ സൈഡ് തന്നിട്ടുണ്ട് 5, 12, 13 ആണ്. T3ന്റെ സൈഡ് തന്നിട്ടുണ്ട് 6, 8, 10 ആണ്. ഓക്കെ, ഇത് നമ്മളെ റിലേഷനിൽ എന്തെങ്കിലും റിലേറ്റഡ് ആണോ, റിലേഷൻ ഉണ്ടോ എന്നുള്ളതാണ്. ആരൊക്കെ തമ്മിൽ? ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് തമ്മിൽ T1ഉം T2 എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ T2 T3 ഉണ്ടോ, അല്ലെങ്കിൽ T1ഉം T3 റിലേഷനിലുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം സിമിലർ ട്രയാങ്കിൾസ് ആണെങ്കിൽ ഇഫ് 2 ട്രയാങ്കിൾസ് ആർ സിമിലർ, ഇഫ് ഇതാണ് നമ്മൾ അതിൻ്റെ ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ. ഇഫ് 2 triangles are similar, 2 triangles are similar, the ratio of their sides are equal. The ratio of their sides are equal. എന്താവും? റേഷ്യോ ഓഫ് their sides, അതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആവും. നമുക്ക് നോക്കാം. T1 T2 നോക്കാം. T1 T2 തമ്മിലുള്ള സൈഡ്സിൻ്റെ റേഷ്യോ എന്താ? 3/5 വരും, 4/12 വരും, 5/13 വരും. അത് ഈക്വൽ ആണോ? അല്ല. T2 T3 നോക്കാം. 5/6 വരും, 12/8 വരും, 13/10 വരും. 3 ഈക്വൽ ആണോ? അല്ല. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? T1 and T3 കൺസിഡർ ചെയ്യാം. T1 T3 കൺസിഡർ ചെയ്യുമ്പോൾ റേഷ്യോ ഓഫ് സൈഡ്സ് ഈക്വൽ ടു എന്താണ്? T1 ഫസ്റ്റ് എന്താ? 3/6 ആണ് അല്ലേ? 3/6 ആണ് ഒരു സൈഡ്. സെക്കൻഡ് രണ്ടാമത്തെ സൈഡ് വരുന്നത് T1ഉം T3യും 4/8 ആണ് ആൻഡ് 5/10 ആണ്. എന്താ 3/6ന്റെ വാല്യൂ എന്താ? 1/2 ആണ് അല്ലേ? 4/8ന്റെ വാല്യൂ എന്താ? 1/2 ആണ്. എന്താണ് 5/10ന്റെ വാല്യൂ? 1/2 ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ T1 T3 മാത്രമേ എന്തുള്ളൂ, അതിൽ റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾ ആര് മാത്രമേ ഉള്ളൂ? T1 T3 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എഴുതാം സൈഡ്സ് ആർ ഈക്വൽ. T1 ആൻഡ് T3 ആർ നമ്മുടെ റിലേഷൻ്റെ കണ്ടീഷൻ ബേസ് ചെയ്തിട്ട് ഇത് രണ്ടും എന്താണ്? സിമിലർ ട്രയാങ്കിൾസ് ആണ്. ദാറ്റ് ഈസ് T1 ആൻഡ് T3 ആർ റിലേറ്റ്. T1ഉം T3 ആണ് എന്ത്? റിലേറ്റ് ചെയ്ത് കിടക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? വീഡിയോ പോസ് ചെയ്യുക, നോട്ട് ചെയ്തെടുക്കുക. എക്സസൈസ് 1.1 ക്വസ്റ്റ്യൻ നമ്പർ 13. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? ഷോ ദാറ്റ് എ റിലേഷൻ, നമുക്ക് റിലേഷനെ പ്രൂവ് ചെയ്യണം. അതിലൊരു സെറ്റ് തന്നിട്ടുണ്ട്. സെറ്റ് എ ഓഫ് ഓൾ പോളിഗൺസിൻ്റെ സെറ്റാണ്. എന്താ സെറ്റ് ഓഫ് ഓൾ പോളിഗൺസ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് ഷേപ്പുകൾ ഉണ്ടാവും അല്ലേ? ഒരുപാട് ഷേപ്പുകളുണ്ട്. ട്രയാങ്കിൾ ഉണ്ടാവും, സ്ക്വയർ ഉണ്ടാവും, റെക്റ്റാങ്കിൾ ഉണ്ടാവും, ഹെക്സഗൺ ഉണ്ടാവും, പെൻറ്റഗൺ ഉണ്ടാവും, അങ്ങനെ ഒക്ടഗൺ ഉണ്ടാവും, ഹെപ്റ്റഗൺ ഉണ്ടാവും അല്ലേ? 4 ഷേപ്പുള്ളത്, 3 ഷേപ്പുള്ള ട്രയാങ്കിൾസ് ഉണ്ടാവും. 4 ഷേപ്പുള്ളത് തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടാവും. ട്രയാങ്കിൾസ് 3 ഷേപ്പുള്ളത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ടാവും അല്ലേ? പിന്നെ അതേപോലെ ഹെക്ടഗൺ ഉണ്ട്, ഹെക്സഗൺ ഉണ്ട്, 6 സൈഡ് ഉള്ളത്, 7 സൈഡ് ഉള്ളത്, ഇങ്ങനെ അടങ്ങിയ എല്ലാ പോളിഗൺസിൻ്റെയും ഒരു സെറ്റ്. ഓക്കെ, ഇനി എന്താണ് റിലേഷൻ? ആർ ഈക്വൽ ടു P1, P2. അതിന് 2 പോളിഗൺ കൺസിഡർ ചെയ്തു. ആ 2 പോളിഗൺ എന്തായിരിക്കണം? ആ പോളിഗണിന്റെ ഓർഡേർഡ് പെയർ കിട്ടണം. ആ ഓർഡേർഡ് പെയർ കിട്ടാനുള്ള കണ്ടീഷൻ എന്താ? P1 ആൻഡ് P2 ഹാവ് ദ സെയിം നമ്പർ ഓഫ് സൈഡ്. P1നും P2നും നമ്പർ ഓഫ് സൈഡ് ഈക്വൽ ആവണം. അതായത് ഒരു ട്രയാങ്കിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് സ്ക്വയർ എടുക്കാൻ പറ്റില്ല. ട്രയാങ്കിളിന് 3 സൈഡേ ഉള്ളൂ അല്ലേ? അപ്പോൾ 3 സൈഡ്. അത് ഇനി റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിലും ഈക്വലേറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിലും കുഴപ്പമില്ല. കാരണം എന്താ? രണ്ടിനും എന്താണ്? 3 സൈഡാണ്. ഇനി ഇവിടുന്ന് ഒരു ഹെക്സഗൺ എടുക്കുകയാണെങ്കിൽ, ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ 6 സൈഡ് ഉള്ളത്,
ഇപ്പുറത്ത് ഹെപ്റ്റഗൺ എടുക്കാൻ പറ്റുമോ? ഇല്ല, ഇപ്പുറത്ത് ഒരു ഹെക്സഗൺ തന്നെ എടുക്കണം. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതാണ് റിലേഷൻ എന്നത്. പിന്നെ അതിന്റെ ഒരു സബ് ക്വസ്റ്റ്യൻ ഉണ്ട്, റിലേറ്റഡ് ടു ഈച്ച് അതർ എന്നുള്ളൊരു സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു റിലേഷൻ ഈക്വലൻസ് റിലേഷൻ ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യണം. ഈക്വലൻസ് റിലേഷൻ ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് ആദ്യം ഇത് റിഫ്ലക്സീവ് ആണോ എന്നുള്ളത് നോക്കാം. ഈ റിലേഷൻ റിഫ്ലക്സീവ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. എന്താണ് റിഫ്ലക്സീവിന്റെ കണ്ടീഷൻ? എ കോമ എ ബിലോങ്സ് ടു ആർ അല്ലേ? അപ്പൊ ഞാൻ ഇവിടെ റിലേഷൻ എന്താണ്? ഫ്രം സെറ്റ് എ ടു സെറ്റ് എ ആണ്. ഞാൻ ഇവിടുന്ന് ഒരു ട്രയാങ്കിൾ എടുത്തു അല്ലെ, ഒരു ട്രയാങ്കിൾ എടുത്തു. അപ്പുറത്തുനിന്നും എന്ത് സ്ക്വയർ ആണോ വരിക? അപ്പുറത്തുനിന്നും സെയിം ട്രയാങ്കിൾ തന്നെയല്ലേ വരിക അല്ലേ? നമുക്ക് എ കോമ എ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അപ്പുറത്തും എന്തുണ്ടാവും? അതേ സെറ്റിൽ അവിടെ അതേ സ്പെക്കുള്ള ട്രയാങ്കിൾ അവിടെ ഉണ്ടാവും. അപ്പോൾ ആ ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്തു. അപ്പോൾ ഇനി ഇവിടുന്ന് ഞാനൊരു സ്ക്വയർ എടുത്തു അല്ലേ, അപ്പുറത്തും എന്തുണ്ടാവും? ഒരു സ്ക്വയർ ഉണ്ടാവും. ഇത് രണ്ടും റിലേഷനിൽ വരൂലേ? കാരണം എന്താ? രണ്ടിനും എന്താണ്? സെയിം നമ്പർ ഓഫ് സൈഡ് ആണ്. അപ്പൊ നമ്പർ രണ്ടും എന്തുണ്ടാവും? റിലേഷനിൽ വരിക. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാ? P1 കോമ P1 ബിലോങ്സ് ടു ആർ ആണ് അല്ലേ? P1 ആൻഡ് P1 ആർ സെയിം നമ്പർ ഓഫ് sides. Same number of sides. Therefore, relation R എന്താണ്? Is reflexive ആണ്. റിലേഷൻ R റിഫ്ലക്സീവ് ആണ്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഇത് സിമ്മട്രിക് ആണോ എന്നുള്ളത് പ്രൂവ് ചെയ്യാം. ചെക്ക് സിമ്മട്രി. എന്താണ് സിമ്മട്രിക്കിന്റെ കണ്ടീഷൻ? നമുക്കറിയാം. എ ബി ബിലോങ്സ് ടു ആർ റിലേഷനിൽ ഉണ്ടാണെങ്കിൽ നേരെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ അയാൾ എന്തുണ്ടാവണം? റിലേഷനിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? റിലേഷൻ സിമ്മട്രിക് ആണെന്ന് പറയാം. ഞാനിവിടെ രണ്ട് പോളിഗണ് നമ്മൾ റിലേഷനിൽ കണ്ടു. ആരൊക്കെയാണ്? P1 P2 റിലേഷനിൽ കാണാനുള്ള കാരണം എന്താ? P1 ഉം P2 എന്താണ്? സെയിം നമ്പർ ഓഫ് സൈഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ P1ന് 3 സൈഡുള്ള ഒരു പോളിഗണാണ്, P2 3 സൈഡുള്ള ഒരു പോളിഗണാണ്. അങ്ങനെയെങ്കിൽ P2 P1 എന്താവും? 3 സൈഡും തന്നെയല്ലേ വരിക? അത് തിരിച്ചിട്ടാലും എന്ത് തന്നെ വരിക? സെയിം തന്നെയാണ്. അപ്പൊ P2 P1 എന്ത് തന്നെയാണ്? റിലേഷനിലുള്ള ആൾ തന്നെയാണ്. Therefore നമുക്ക് എന്ത് പറയാം? റിലേഷൻ R ഈസ് സിമ്മട്രിക് ആണെന്ന് പറയാം. ഇനി ഏത് സൈഡുള്ളത് എടുത്തു കഴിഞ്ഞാൽ അല്ലെ, ഏത് ഇത് എടുത്തു കഴിഞ്ഞാലും അത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ അതിന്റെ സൈഡിന് എന്തുമില്ല, അതിന്റെ സൈഡിന്റെ എണ്ണത്തിന് യാതൊരു മാറ്റവും വരില്ല. അപ്പൊ അത് എന്താണ്? സിമ്മട്രിക് ആണെന്ന് പറയാം. ഇനി അത് ട്രാൻസിറ്റീവ് ആണോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ട്രാൻസിറ്റീവ് റിലേഷൻ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ എന്താണ് ട്രാൻസിറ്റീവ് റിലേഷന്റെ കണ്ടീഷൻ? എന്താണ് ട്രാൻസിറ്റീവ് റിലേഷന്റെ? എ ബി എന്നുള്ള ഒരാൾ റിലേഷനിൽ കണ്ടു. ഓക്കെ, അതുപോലെ തന്നെ ബി സി എന്നുള്ള ഒരാളെയും റിലേഷനിൽ കണ്ടു. അങ്ങനെയെങ്കിൽ ആരുണ്ടാവണം? എ സി എന്നുള്ള ഒരാൾ റിലേഷനിൽ ഉണ്ടായിരിക്കണം. ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ട്രാൻസിറ്റീവ് ആണെന്ന് പറയാം. ഞാനിവിടെ P1 എന്നുള്ളൊരു പോളിഗണിനെയും P2 എന്നുള്ളൊരു പോളിഗണിനെയും ഒരു ഓർഡേഡ് പെയർ ആയിട്ട് റിലേഷനിൽ കണ്ടു. ഓക്കെ, അതേ P2 വേറൊരു P3 ആയിട്ട് റിലേഷനിൽ ഞാൻ കണ്ടു. ഇതിന്റെ മീനിങ് എന്താ? P1നും P2നും എന്താണ്? സെയിം നമ്പർ ഓഫ് സൈഡ് ആണ്. രണ്ടിനും 4 സൈഡാണ് ഉള്ളത്. P2ന് എത്രയാണ്? 4 സൈഡാണുള്ളത്. അങ്ങനെയെങ്കിൽ P3ക്കും എത്ര തന്നെ വരിക? 4 സൈഡിലേ വരിക. അതുകൊണ്ടല്ലേ റിലേഷനിൽ കണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാ? P1 ഉം P3 എന്താണ്? സെയിം നമ്പർ ഓഫ് സൈഡ്സ് ആണ് വരിക. ഓക്കെ, അതുകൊണ്ട് അത് റിലേഷനിലുണ്ട്. Therefore, റിലേഷൻ R ഈസ് ട്രാൻസിറ്റീവ്. റിലേഷൻ R എന്താണ്? ഒരു ട്രാൻസിറ്റീവ് റിലേഷൻ ആണ് എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാം. ഇനി ഇതിന്റെ ഒരു സബ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണ് സബ് ക്വസ്റ്റ്യൻ എന്താ തന്നുള്ളത്? വാട്ട് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് ഇൻ എ എന്നുള്ള സെറ്റിലെ ഓൾ എലമെന്റ്സ് റിലേറ്റഡ് ടു ദി റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ടി വിത്ത് സൈഡ് 3, 4, 5. ഓക്കെ, നമ്മളെ റിലേഷൻ ഞാനിതിന്ന് നമ്മളെ റിലേഷൻ എന്താണ്? P1, P2 ആണ് അല്ലെ? ബിലോങ്സ് ടു R ആണ്. P1, P2 ബിലോങ്സ് ടു R ആണ്, റിലേഷനിലുള്ള ആളാണ്. കാരണം എന്താ? P1നും P2നും സെയിം നമ്പർ ഓഫ് സൈഡ്സ് ആണ് വരുന്നത്. ഓക്കെ,
ഞാനിവിടെ ഇതിൽ ഒരാളെ ഞാൻ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്തു. P1നെ ഞാൻ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്തു. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവിടെ P2 വരണം എന്നുണ്ടെങ്കിൽ അതായത് P2 നമ്മൾ കൊടുത്തിട്ട് അത് റിലേഷനിൽ വരണം എന്നുണ്ടെങ്കിൽ എത്ര നമ്പർ ഓഫ് സൈഡ് അപ്ലൈ ചെയ്താലാണ് നമുക്കിവിടെ റിലേഷനിൽ വരിക? 2, 3 ആണോ, 4 ആണോ, 5 ആണോ? ട്രയാങ്കിളിന് എത്ര സൈഡ് ഉണ്ട് എന്ന് അറിയുന്ന ഒരാൾക്ക് ഒരു തെറ്റും ഒരു മിസ്റ്റേക്കും ഇല്ലാതെ എന്ത് പറയാം? P2ന് എത്ര നമ്പർ ഓഫ് സൈഡ് വരണം? നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് P2 എന്ത് വരണം? 3 എന്ന് വരണ്ടേ? എന്നാലല്ലേ നമുക്കിവിടെ P2 3 വന്നാലല്ലേ T, P2 റിലേഷനിലുള്ള ആളാവുള്ളൂ. രണ്ടും നമ്പർ ഓഫ് സൈഡ്സ് 3 ഈക്വൽ ആവുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, അപ്പൊ നമുക്ക് ലാസ്റ്റ് ചെയ്ത് സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് so P2 is set of all triangles. Okay, hence the set of elements in A related to triangle T is the set of all triangles. All the triangles. Clear ആണല്ലോ? വീഡിയോ പോസ് ചെയ്യുക, നോട്ട് ചെയ്യുക. എക്സസൈസ് 1.1 14th ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് ഒരു സെറ്റ് തന്നിട്ടുണ്ട്. ലെറ്റ് L ബി ദ സെറ്റ് ഓഫ് ഓൾ ലൈൻസ് ഇൻ XY പ്ലെയിൻ. ഓക്കെ, ഒരു 2D പ്ലെയിനിലുള്ള സെറ്റ് ഓഫ് ഓൾ ലൈൻസ്. ഓക്കെ, അത് സെറ്റ് ഓഫ് ഓൾ ലൈൻസ് എന്ന് പറഞ്ഞാൽ ഒറ്റ ലൈനല്ലേ ഉണ്ടാവുള്ളൂ എന്നുള്ളത് നോക്കണ്ട. ലൈനിന്റെ ആംഗിൾ വ്യത്യാസം ഉണ്ടാവും അല്ലേ? പാരലായിട്ട് ഇങ്ങനെ ഒരേപോലെ ചെറിയ ചെറിയ ആംഗിളിൽ ചെരിഞ്ഞിട്ടും മറിഞ്ഞിട്ടും തിരിഞ്ഞിട്ടൊക്കെ നിൽക്കുന്ന ഒരുപാട് ലൈൻസ് ഉണ്ടാവും. ഇതിന്റെ സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇവിടെ L എന്നുള്ള ഒരു സെറ്റായിട്ട് കൺസിഡർ ചെയ്ത്. ഇനി ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. എന്താണ്? L1, L2 എന്നുള്ള ഒരു ഓർഡേഡ് പെയർ ആണ്. അത് കിട്ടണം എന്നുണ്ടെങ്കിൽ കണ്ടീഷൻ എന്താ? L1ഉം L2ഉം പാരലൽ ആവണം. അതിൽ രണ്ട് പാരലൽ ആയിട്ടുള്ള ലൈൻസിനെ മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു ഓർഡേഡ് പെയർ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. പല ഹൈറ്റിലും പല ലെങ്ത് ഡിഫറൻസിലൊക്കെ ഉള്ള ഒരുപാട് ലൈൻസ് നമുക്ക് എന്തുണ്ടാവും? നമ്മളെ ഈ ഒരു സെറ്റ് ഉണ്ടാവും. അപ്പൊ എന്താണ് ഇവിടെ റിലേഷൻ R എന്ന് പറഞ്ഞാല് L2 L ആണ് അല്ലെ? ലൈനിന്റെ രണ്ട് സെറ്റാണ്. അപ്പൊ ഇത് ഈ ഈക്വലൻസ് റിലേഷൻ ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യണം. ഇതൊരു ഈക്വലൻസ് റിലേഷൻ ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യണം. ഓക്കെ, അതുപോലെ അതിന്റെ ഒരു കൂടെ സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഇത് റിഫ്ലക്സീവ് ആണോ എന്നുള്ളത് നോക്കാം. റിഫ്ലക്സീവ് ആവണം എന്നുണ്ടെങ്കിൽ എന്താവണം? A, A ബിലോങ്സ് ടു R ആവണം അല്ലെ? ഞാൻ ഫസ്റ്റ് സെറ്റിൽ നിന്ന് A എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ സെറ്റിൽ എന്തുണ്ടാവും? അതേ ലൈൻ ഉണ്ടാവില്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാ? L1, L1 ബിലോങ്സ് ടു R. ഇവിടുന്ന് L1 എടുത്തു കഴിഞ്ഞാൽ അപ്പുറത്ത് എന്തുണ്ടാവും? L1 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ L1 ഉണ്ടാവും. അപ്പൊ അത് റിലേഷനിലുണ്ട്. ദെർഫോർ ഇവിടുന്ന് L2 എടുത്തു കഴിഞ്ഞാൽ അവിടെ അപ്പുറത്ത് ആരുണ്ടാവും? L2 ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് പറയാം? റിലേഷൻ R എന്താണ്? ഈസ് റിഫ്ലക്സീവ്. വേണമെങ്കിൽ എഴുതി കൊടുക്കുക. L1 and L1 are പാരലൽ ആണ്. ഇനി ഇത് നമുക്ക് ഇത് സിമ്മട്രിക് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. സിമ്മട്രിക് റിലേഷൻ ആണെന്ന് ചെക്ക് ചെയ്യാം. സിമ്മട്രിക് ആവണം എന്നുണ്ടെങ്കിൽ AB വേണം റിലേഷനിൽ. അതുപോലെ തന്നെ എന്ത് വേണം? BA എന്നുള്ള ആളും നേരെ തിരിച്ചിട്ട ആളും റിലേഷനിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് സിമ്മട്രിക് ആണെന്ന് പറയാം. ഞാനിവിടെ L1, L2 എടുത്തു, റിലേഷനിലുണ്ട്. കാരണം എന്താ? L1ഉം L2ഉം പാരലൽ ലൈൻസ് ആണ്. ഞാനെങ്കിൽ L2 L1ഉം പാരലൽ ലൈൻസ് തന്നെയല്ലേ വരിക? അതിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ? L2, L1ഉം എന്ത് തന്നെയാണ് വരിക? റിലേഷനിലുള്ള ആളാവും. കാരണം എന്താ? അത് രണ്ടും പാരലൽ ആണ്. Therefore
റിലേഷൻ ആർ എന്താണ്, ആർ ഈസ് സിമ്മട്രിക് ആണ് എന്നുള്ളത് പറയാം. ആർ എന്താണ്, സിമ്മട്രിക് ആണ് എന്ന് പറയാം. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാണ്, അടുത്തത് നമുക്ക് ട്രാൻസിറ്റീവ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. ട്രാൻസിറ്റീവ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. എ ബി എന്നുള്ള ആള് റിലേഷനിലുണ്ട്, അതുപോലെ തന്നെ ബി സി എന്നുള്ള മൂന്നാമതൊരാളായിട്ടുള്ള റിലേഷനിലുണ്ട്. അങ്ങനെയെങ്കിൽ എ സിയും കൂടി ഉണ്ടെങ്കിൽ എന്തായി, റിലേഷൻ ട്രാൻസിറ്റീവ് ആണെന്നുള്ളത് പറയാം. ഓക്കെ, ഞാനിവിടെ L1, L2 റിലേഷനിൽ കണ്ടു. കാണാനുള്ള കാരണം എന്താ, L1 L2 എന്താണ്, പാരലൽ ലൈൻസ് ആണ്. ഈ L2 L3 ആയിട്ട് റിലേഷനിൽ കണ്ടു. കാരണം എന്താ, L2 L3 എന്താണ്, പാരലൽ ലൈൻസ് ആണ്. അപ്പോൾ L2ന് L3 പാരലലാണ്, L1 പാരലലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറഞ്ഞൂടെ L1, L3 എന്താണ്, പാരലലാണെന്ന് പറഞ്ഞൂടെ. അതും എന്തുണ്ടാവും, റിലേഷനിൽ ഉണ്ടാവും. ഹിയർ നമുക്ക് എഴുതാം L1, L2 ആൻഡ് L3 are parallel lines. Therefore റിലേഷൻ R എന്താണ്, ഈസ് ട്രാൻസിറ്റീവ്. R ഒരു ട്രാൻസിറ്റീവ് റിലേഷൻ ആണ്. ക്ലിയർ ആണല്ലോ, ആ റിലേഷൻ ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് therefore റിലേഷൻ വിച്ച് ഈസ് റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ് വിച്ച് ഈസ് കോൾഡ് എന്താണ്, എന്ത് പറയും, വിച്ച് ഈസ് കോൾഡ് ഈക്വലൻസ് റിലേഷൻ. therefore റിലേഷൻ R എന്താണ്, ഈക്വലൻസ് റിലേഷൻ. ഓക്കെ, ഇത് ക്ലിയർ ആണോ? ഇനി നമ്മൾ ഇതിന്റെ ഒരു സബ് ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്, ഫൈൻഡ് ദി സെറ്റ് ഓഫ് ഓൾ ലൈൻസ് റിലേറ്റഡ് ടു ദി ലൈൻ y ഈക്വൽ ടു 2x plus 4. y ഈക്വൽ ടു 2x plus 4 എന്ന ലൈനിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ലൈൻസും കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഒരുപാട് ലൈൻസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ കഴിഞ്ഞ വർഷം ലൈൻസിന്റെ ഒക്കെ ഇക്വേഷനും അതിന്റെ സ്ലോപ്പ് എന്നൊക്കെ ഉള്ള സ്ട്രൈറ്റ് ലൈൻ എന്നുള്ള ഒരു ചാപ്റ്റർ നല്ല അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആ സ്ട്രൈറ്റ് ലൈനിൽ നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, y ഈക്വൽ ടു mx plus c എന്നുള്ള ഇക്വേഷൻ ഓഫ് ലൈൻ എന്നുള്ള രീതിയിൽ y ഈക്വൽ ടു mx plus c എന്ന് പഠിച്ചിട്ടുണ്ട്. ഇതേ ഫോമിലല്ലേ ഇവിടെ ലൈനിന്റെ ഇക്വേഷൻ തന്നുള്ളത്. ഓക്കെ, ഹിയർ c എന്ന് പറഞ്ഞാൽ എന്താണ്, c എന്താണ്, ഒരു കോൺസ്റ്റന്റ് ആണ് അല്ലേ, ഒരു കോൺസ്റ്റന്റ് ആണ്. അവിടെ എന്തും വരാം, ഏത് നമ്പറും വരാം. m എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ലോപ്പ് ഓഫ് ദി ലൈൻ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് റിലേഷനിലെ കണ്ടീഷൻ തന്നിട്ടുള്ളത് രണ്ട് പാരലൽ ലൈൻസിനെ കൺസിഡർ ചെയ്തുകൊണ്ട് ഓർഡേർഡ് പെയർ സെറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്ലോപ്പ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ രണ്ട് ലൈൻ, ഇപ്പോൾ ഒരു ലൈൻ ഇങ്ങനെ നിൽക്കുന്നത്, അടുത്ത ലൈനും ഇങ്ങനെ തന്നെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ രണ്ട് ലൈനിന്റെ സ്ലോപ്പ് എന്താണ്, ഈക്വൽ ആവില്ലേ. അപ്പോൾ സ്ലോപ്പ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷനെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഇക്വേഷൻ നമുക്ക് ഒരുപാട് ജനറേറ്റ് ചെയ്തൂടെ, ഈക്വൽ സ്ലോപ്പ് ഉള്ളേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് റിക്വയർഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഹെൻസ് ദി required line is y equal to mx plus c, that is നമുക്ക് അതിനെ എങ്ങനെ പറയാ, y equal to 2. ഇവിടെ എമ്മിന്റെ പ്ലേസിൽ ആരാണുള്ളത്, m equal to 2 ആണ് വരുന്നത്. അപ്പോൾ സ്ലോപ്പ് 2 ആയിട്ടുള്ള നമുക്ക് ഒരുപാട് ലൈൻസിനെ നമുക്ക് എന്ത് ചെയ്യാം, ഈക്വൽ ലൈൻസ് പാരലൽ ലൈൻസിന്റെ കാറ്റഗറിയിൽ നമുക്ക് ഈ റിലേഷനിൽ ഉൾപ്പെടുത്താം. ക്ലിയർ ആണോ? അപ്പൊ എങ്ങനെ വരും, y equal to 2x plus c. y equal to 2x plus c. ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള അതേ സെയിം ഇക്വേഷനിൽ വരുന്ന ഒരുപാട് ലൈൻസിന്റെ ഇത്. വേറെ c എന്നുള്ളത് എന്താണ്, c ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ്. ക്ലിയർ ആണോ? ഓക്കെ, വീഡിയോ പോസ് ചെയ്യുക, നോട്ട് ചെയ്തിട്ടുണ്ട്. എക്സസൈസ് 1.1 15th ക്വസ്റ്റ്യൻ ആണ്. നമുക്കിവിടെ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. എന്താണ്, നമുക്കിവിടെ ഒരു സെറ്റ് തന്നിട്ടുണ്ട് അല്ലേ, 1 2 3 4 എന്നുള്ള ഒരു സെറ്റ് തന്നിട്ടുണ്ട്. ഈ സെറ്റിന്റെ ബേസിൽ ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. റിലേഷനിലുള്ള ഓർഡർഡ് പേഴ്സ് ഒക്കെ നമുക്കവിടെ കാണാൻ പറ്റും. 1 2 2 2 ഉണ്ട്, 1 1 4 4 1 3 3 3 ആൻഡ് 3 2. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്, റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള 4 ഓപ്ഷൻസ്. അപ്പോൾ ഈ ഒരു റിലേഷൻ ആദ്യം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. റിഫ്ലെക്സീവ് ആണോ, ട്രാൻസിറ്റീവ് ആണോ, സിമെട്രിക് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് റിലേഷൻ എന്താണെന്നുള്ളത് എഴുതാം അല്ലേ. ഗിവൺ റിലേഷൻ എന്താ, R ഈക്വൽ ടു 1 2 എന്നുള്ളൊരു പെയറുണ്ട്, 2 2 ഉണ്ട്, 1 1
4 4 1 3 3 3 3 2. ഇത്രയും ഓർഡേർഡ് പെയേഴ്സ് ആണ് നമുക്ക് ഈ ഒരു റിലേഷനിലുള്ളത്. ഇനി ആദ്യം നമുക്ക് റിഫ്ലക്സീവ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു സൈഡ് ഹെഡിങ് കൊടുക്കുക, ചെക്ക് റിഫ്ലക്സീവ്. ചെക്ക് റിഫ്ലക്സീവ്. എന്താണ് റിഫ്ലക്സീവ് ആവാനുള്ള നമ്മളെ കയ്യിലുള്ള കണ്ടീഷൻ എന്താണ്? എ കോമ എ ബിലോങ്സ് ടു ആർ അല്ലേ? ഓരോ സെറ്റിലുള്ള ഓരോ എലിമെന്റും ഈ ഒരു ഫോമിൽ നമ്മളെ റിലേഷനിൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഒരു ഇതിന്റെ ബേസിൽ, റിലേഷന്റെ ബേസിൽ നമുക്ക് 1,1 എന്നുള്ളത് നമ്മളെ സെറ്റ് എന്താണ്? നമ്മളെ സെറ്റ് ആദ്യം നമുക്ക് ഇവിടെ എഴുതി വെക്കാം. 1 2 3 4 ആണ് അല്ലേ? സെറ്റ് 1 2 3 4 ആണ്. അപ്പോൾ 1 1 ബിലോങ്സ് ടു ആർ ആണ് അല്ലേ? 1 1 എന്നുള്ള ആള് നമ്മളെ റിലേഷനിലുണ്ട്. ഇനി 2,2 ബിലോങ്സ് ടു ആർ ആണോ? 2,2 ഉണ്ടോ? 2,2 എന്നുള്ള ആളും റിലേഷനിലുണ്ട്. നെക്സ്റ്റ് വൺ 3,3 ബിലോങ്സ് ടു ആർ ആണ്. 3,3 ഇവിടെ പോസിബിൾ ആണ്. 4,4 ബിലോങ്സ് ടു ആർ ആണോ? യെസ്, 4,4ഉം നമുക്ക്. അപ്പോൾ സെറ്റിലുള്ള ഓരോ എലിമെന്റും അതേ എലിമെന്റുമായിട്ട് അതേ നമ്പറുമായിട്ട് തന്നെ എന്തുണ്ട്? റിലേഷനിലുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? therefore the given relation is reflexive. റിഫ്ലക്സീവ് ആണ് എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്ത് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ഓപ്ഷനിൽ നോക്കുക. റിഫ്ലക്സീവ് ആണ് എന്നുള്ള ഓപ്ഷൻസ് വരുന്നത് ഏതൊക്കെ? ഒന്നാമത്തത് ആർ ഈസ് റിഫ്ലക്സീവ് ആണ്. രണ്ടാമത്തത് ബി എന്നുള്ള ഓപ്ഷനും ആർ ഈസ് റിഫ്ലക്സീവ് ആണ്. മൂന്നാമത്തതിൽ നോട്ട് റിഫ്ലക്സീവ് ആണ്. അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷൻ എന്തായാലും അല്ല. നാലാമത്തതിന് ഈക്വലൻസ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട് അല്ലേ? ഇനി നമുക്ക് സിമ്മട്രിക് ട്രാൻസിറ്റീവും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്നാലേ നമുക്കത് എക്സാക്ട് എന്താണ് അതിൻ്റെ കണ്ടീഷൻ എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ടാമത്തത് ചെക്ക് സിമ്മട്രിക്. സിമ്മട്രിക് ആവാനുള്ളതിൻ്റെ കണ്ടീഷൻ എന്താണ്? നമുക്കറിയാം, എ കോമ ബി എന്നുള്ള ആള് റിലേഷനിൽ ഉണ്ട് എങ്കിൽ അവിടെ ആര് എന്തായാലും വേണം? ബി കോമ എ എന്നുള്ള ആളും റിലേഷനിൽ ഉണ്ടായിരിക്കണം. അതാണ് സിമ്മട്രിക് ആവണം എന്നുള്ളതിൻ്റെ കണ്ടീഷൻ. നമ്മളെ റിലേഷനിൽ 1 2 ഉണ്ടെങ്കിൽ നമുക്കിവിടെ ആരുണ്ട്? 1,2 എന്നുള്ള ആൾ റിലേഷനിൽ ഉണ്ട് എങ്കിൽ 2,1 എന്നുള്ള ആൾ റിലേഷനിൽ എന്തായാലും ഉണ്ടായിരിക്കണം. 2,12 ഇവിടെ ഉണ്ട് അല്ലേ? 1 2 ഇവിടെ ഉണ്ട്. ഇനി 2,1 ഉണ്ടോ? ഇല്ല, 2,1 ഇല്ല. അപ്പോൾ 2,1 എന്താണ്? നോട്ട് ബിലോങ്സ് ടു ആർ ആണ്. അപ്പോൾ therefore ആർ ഈസ് എന്തല്ല? നോട്ട് സിമ്മട്രിക്. എന്തല്ല? ഒരു സിമ്മട്രിക് റിലേഷൻ അല്ല എന്നുള്ളത് പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഓപ്ഷൻ നോക്കാം. റിഫ്ലക്സീവ് ആണ്, സിമ്മട്രിക് അല്ല. റിഫ്ലക്സീവ് ആണ്. അപ്പോൾ എ എന്നുള്ള ഓപ്ഷനിൽ റിഫ്ലക്സീവ് ആണ്, അതിൻ്റെ സിമ്മട്രിക്കും ആണ് അല്ലേ? അപ്പോൾ എ എന്നുള്ള ഓപ്ഷൻ അല്ല. ട്രാൻസിറ്റീവ് ആണോ എന്നുള്ളതും കൂടി നമുക്ക് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ട്രാൻസിറ്റീവ്. ട്രാൻസിറ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ എ കോമ ബി റിലേഷനിൽ ഉണ്ടായാൽ മാത്രം പോരാ. അതുപോലെ തന്നെ ബി കോമ സി റിലേഷനിൽ ഉണ്ട് എങ്കിൽ അവിടെ നിർബന്ധമായിട്ടും ആര് വേണം? എ കോമ സി എന്നുള്ള ആള് റിലേഷനിൽ ഉണ്ടായിരിക്കണം. ഇങ്ങനെ രണ്ടാൾക്കാരുണ്ടോ നോക്കുക. 1 2 ഉണ്ട് അല്ലേ? 1 2 ഉണ്ട്. 2 കൊണ്ട് സ്റ്റാർട്ട് ചെയ്യേണ്ട 2 2 നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ 1 2 വേണ്ട ആവശ്യമില്ല. ഇനി 1 3 ഉണ്ട്. 1 3 ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം 1 3 ബിലോങ്സ് ടു ആർ ആണ്. 3 കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് അതിൽ 3 2 ഉണ്ട് അല്ലേ? 3 2 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? 3 2 ഓൾസോ ബിലോങ്സ് ടു ആർ ആണ്. അങ്ങനെയെങ്കിൽ ഇനി അവിടെ ആര് വേണം? 1 2 എന്നുള്ള ആള് റിലേഷനിൽ ഉണ്ടാവണം. 1 2 എന്നുള്ള ആൾ റിലേഷനിലുണ്ടോ? 1 2 എന്നുള്ള ആൾ റിലേഷനിൽ, ഫസ്റ്റത്തെ പെയർ അല്ലേ? അപ്പോൾ 1 2 ഓൾസോ ഇൻ റിലേഷൻ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? therefore ആർ ഈസ് ട്രാൻസിറ്റീവ് ആണെന്ന് പറയാം. വേറെ നമുക്കൊരു പെയർ ഇതേപോലെ 2 വരുന്നത് എ ബി ബി സി വരുന്ന വേറൊരു പെയർ അതിലില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിന്റെ ബേസിൽ മാത്രം നമുക്ക് എന്താ പറയുക? ആർ ഈസ് ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ ഗിവൺ റിലേഷൻ എന്താണ്? റിഫ്ലക്സീവ് ആണ്, പക്ഷേ സിമ്മട്രിക് അല്ല, ട്രാൻസിറ്റീവ് ആണ്. ഓപ്ഷൻ ബി എന്താ? റിഫ്ലക്സീവ് ആണ്, ട്രാൻസിറ്റീവ് ആണ്, നോട്ട് സിമ്മട്രിക്. അപ്പോൾ ഓപ്ഷൻ ബി ആണ്
നമുക്കിവിടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. ക്ലിയർ ആണല്ലോ? വീഡിയോ പോസ് ചെയ്തിട്ട് നോട്ട് ചെയ്യാം. എക്സസൈസ് 1.1 16th ക്വസ്റ്റ്യൻ ആണ്, ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് ആർ ബി ദ റിലേഷൻ ഇൻ ദി സെറ്റ് എൻ ഗിവൺ ബൈ. ആർ എന്നുള്ള റിലേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതിന്റെ കണ്ടീഷൻ എന്നുള്ളത് ഇതാണ്, എ ഈക്വൽ ടു ബി മൈനസ് ടു ആൻഡ് ബി ഷുഡ് ബി എന്താവണം, ഗ്രേറ്റർ ദാൻ 6 ആണ്. ചൂസ് ദി കറക്റ്റ് ആൻസർ. ചൂസ് ദി കറക്റ്റ് ആൻസർ. അപ്പോൾ നമുക്ക് താഴെ ഓരോ ഓർഡേഡ് പെയർസ് തന്നിട്ടുണ്ട്. ഈ ഓരോ ഓർഡേഡ് പെയറും ഏത് ഓർഡേഡ് പെയർ ആണ് നമ്മുടെ റിലേഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പെയർ എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഓരോന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 2,4 ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എ ഈക്വൽ ടു 2 ആണ് ആൻഡ് ബി ഈക്വൽ ടു 4 ആണ്. നമ്മൾ രണ്ടാമത്തെ കണ്ടീഷൻ അറിയാം, ബി ഗ്രേറ്റർ ദാൻ 6 ആവണം അല്ലേ. രണ്ടാമത്തെ കണ്ടീഷൻ ബി ഗ്രേറ്റർ ദാൻ 6. അപ്പോൾ ഇവിടെ പോസിബിൾ ആണോ? അല്ല അല്ലേ. ഈ ഒരു ഒന്നാമത്തെ ഓപ്ഷനിൽ പോസിബിൾ അല്ല. ബി ഗ്രേറ്റർ ദാൻ എന്തല്ല, 6 അല്ല. ബിന്റെ വാല്യൂ 4 ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ 6 ആണ്. ഇനി രണ്ടാമത്തെ ടേം എന്താ, ബി എന്നുള്ള ഓപ്ഷൻ എന്താ, 3,8 ബിലോങ്സ് ടു ആർ ആണ്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഈക്വൽ ടു 3 ആണ് ആൻഡ് ബി ഈക്വൽ ടു 8 ആണ്. എ എന്നുള്ള ഓപ്ഷൻ, എ എന്ന് പറഞ്ഞാൽ എന്താ, ബി മൈനസ് 2 ആണ്. അതിവിടെ പോസിബിൾ ആണോ? 8 മൈനസ് 2 ആണോ 3 എന്ന് പറയുന്നത്? അല്ല. അപ്പോൾ അതൊന്നുമല്ല, രണ്ടാമത്തെ ഓപ്ഷന് നമുക്ക് സാറ്റിസ്ഫൈഡ് അല്ല. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം. എന്താണ് മൂന്നാമത്തെ ഓപ്ഷൻ? എന്താ, സി 6,8 ബിലോങ്സ് ടു ആർ ആണെന്നുള്ളത് അല്ലേ. അപ്പോൾ എ ഈക്വൽ ടു 6 ആണ് ആൻഡ് ബി ഈക്വൽ ടു 8 ആണ് അല്ലേ. അപ്പോൾ ഇനി നോക്കാം, എ ഈക്വൽ ടു ബി മൈനസ് 2 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. എ ഈക്വൽ ടു ബി മൈനസ് 2 പറയുമ്പോൾ 8 മൈനസ് 2 ഈക്വൽ ടു എന്താ വരിക, 6 ആണ്. അപ്പോൾ എൻ്റെ വാല്യൂ എന്ത് തന്നെയാണ്, 6 ആണ്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താ, ബി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 6 ആണ്. ഇവിടെ ബിൻ്റെ വാല്യൂ എന്താ, 8 ഓൾവേസ് എന്താണ്, ഗ്രേറ്റർ ദാൻ 6 ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. 6,8 വിച്ച് ഈസ് ബിലോങ്സ് ടു ആർ. ക്ലിയർ ആണല്ലോ? വീഡിയോ പോസ് ചെയ്തിട്ട് നോട്ട് ചെയ്യാം.